യെസ്, അപ്പോൾ മിസ് വന്നിട്ടുണ്ട്. മിസ്സിൻ്റെ കുട്ടികൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? അതാ 1 മിനിറ്റ് ലേറ്റ് ആയി പോയിട്ടോ, സോറി. യെസ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഹലോ എവ്രി വൺ. മിസ് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? വേഗം തന്നെ പറഞ്ഞോളൂ, ചാറ്റ് ബോക്സിൽ ക്ലിയർ അല്ലേ? ഗുഡ് ഈവനിങ്. താങ്ക് യു അദ്ര സർ. ഓക്കെ, യെസ് കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവറൊക്കെ കാണിക്കാം മക്കളെ. വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ക്ലിയർ ആണ്, എല്ലാം സെറ്റ് ആണല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ? കുറേ പേര് ഹരിജാമിസ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഫുൾ പവർ പാക്ഡ് ആയിട്ടാണ് എൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് മക്കളെ? നമ്മുടെ എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയൊന്ന് പറഞ്ഞേ മിസ്സിനോട്. യെസ്, ബ്യൂട്ടി മിസ് വന്നു. ഓഫ്, എനിക്ക് വയ്യ. യെസ്, ഒന്ന് പറഞ്ഞ മക്കളെ, പഠിച്ചൊക്കെ തുടങ്ങിയോ? എന്താണ് അവസ്ഥ? ഹാപ്പി ആണോ എൻ്റെ കുട്ടികൾ? ടെൻഷൻ അടിച്ചിരിക്കുവാണോ? എന്താണ് അവസ്ഥ? പഠിച്ചു തുടങ്ങി? ഓക്കെ, തുടങ്ങി മിസ്. അത് കേട്ടപ്പോൾ തന്നെ മിസ്സിന് സന്തോഷമായി കേട്ടോ. യെസ്, ഗോക്കു ഫാൻസ്. യെസ്, എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഹാപ്പി ആണ് എൻ്റെ കുഞ്ഞുങ്ങൾ. അത് മതി അല്ലേ? യെസ്, അപ്പം ഇതേ ഒരു എനർജി വെച്ച് നമ്മൾ ക്രിസ്മസ് എക്സാം അടിച്ച് പൊളിച്ച് എഴുതാനായിട്ട് പോവാണ്. മിസ്സിന് സുഖമല്ലേ? മിസ് സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, യെസ്, നോട്ട് ഗുഡോ? അങ്ങനെ പറയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വിട്ട് കളയാം. നമ്മൾ അടിപൊളിയായിട്ട് ഇനിതാ നമ്മുടെ പഠനത്തിലോട്ട് കാര്യമായിട്ട് ഇറങ്ങുക. നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, നമ്മൾ പഠിച്ചിറങ്ങാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ ക്ലാസ് 9 എല്ലാ മക്കൾക്കും അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു വൺ ഷോട്ട് ലൈവിലേക്ക് മിസ് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ചാപ്റ്റർ ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഈ ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞോ മക്കളെ? അതും കൂടെ ഒന്ന് പറഞ്ഞേ. സ്കൂളിൽ ഈ ചാപ്റ്റർ ഒക്കെ നിങ്ങളുടെ കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? എൻഡിങ് ടൈമോ? വരുമ്പോൾ തന്നെ എൻഡിങ് ടൈം ആണല്ലോ ചോദിക്കുന്നത്. എൻഡിങ് ടൈം മിസ് എത്ര മണിക്ക് നിർത്തണം? ഒരു 8:15 മാക്സിമം കേട്ടോ. മാക്സിമം ആണ്. 8 o'clock മിസ് മാക്സിമം നിർത്തുന്നുണ്ടാവും. യെസ്, കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് റിവിഷൻ ആയിട്ട് കൂട്ടുക. നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നതെന്നൊക്കെ മിസ് പറഞ്ഞു തരും കേട്ടോ. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ ചാപ്റ്റർ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. ആദ്യം നമ്മൾ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്നു, വേർഡ്സ് ഒക്കെ പഠിക്കുന്നു. ഓക്കെ, സെറ്റ് ആവുന്നു. ഓക്കെ, റെഡി ആണെങ്കിൽ, നിങ്ങൾ റെഡിയാണ് എന്ന് കാണിക്കണമെങ്കിൽ, മിസ്സിന് അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഇത്ര പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്, എല്ലാവരും ഈക്വൽ ലൈക്ക് തന്നെ ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ മിസ്സിന് മനസ്സിലാവും നിങ്ങൾ സെറ്റാണ് എന്നുള്ള കാര്യം. യെസ്, ക്ലിയർ? സെറ്റാണ്. അപ്പോൾ നമ്മളിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലേ, അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ വേൾഡിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം കുറേ ലിമിറ്റേഷൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ? അത് ചിലപ്പോൾ ബൈ ബർത്ത് തന്നെ അങ്ങനെ തന്നെ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് പോകുന്ന ആളുകളുണ്ടാവും അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിക്കുന്നു. ഈ ലോസ് വരുമ്പോഴാണ് നമ്മളെപ്പോഴും വിചാരിക്കുക, അയ്യോ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുക അല്ലേ? യെസ്, അപ്പം അതൊക്കെ മാറ്റി വെച്ച് അത്രത്തോളം ഒരു ലിമിറ്റേഷൻ നേരിട്ടിട്ടും അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള നമ്മുടെ ബെത്തനി ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു സർഫറിൻ്റെ സ്റ്റോറിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. സർഫർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? എന്താണ് സർഫിംഗ് എന്ന് വെച്ചാൽ? എന്താണ്? ഇതാണ് സർഫിംഗ്. ഓക്കെ, സർഫിംഗ് അറിയാത്ത മക്കളുണ്ടോ? വൈകിയോ മിസ്? ഇല്ലടാ, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇരിക്കും. ഓക്കെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ. യെസ്, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഇതാണ് സർഫിംഗ് ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഓഷ്യനിൽ പോയിട്ട് നമ്മുടെ വേവ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് സർഫ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതാണ് സർഫ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ഇങ്ങനത്തെ വേവ്സ് വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് സർഫ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സർഫർ ആയിരുന്നു ആര്? നമ്മുടെ ബെത്തനി ഹാമിൽട്ടൺ. അപ്പോൾ ഹാമിൽട്ടന് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും സർഫ് ചെയ്യുമ്പോൾ എന്ത് വേണം? 2 കൈയും കാലൊക്കെ, അത് മിനിമം സാധനമാണ് അല്ലേ? കൈയും കാലൊക്കെ വേണം എന്നുള്ളത്. പക്ഷേ അവരുടെ ഒരു ഏജിൽ ചെറുതിലെ തന്നെ അവരുടെ ഒരു കൈ നഷ്ടപ്പെടുകയാണ്. അതെങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു സ്റ്റോറിയാണ്, ഒരു എന്താ പറയുക, ഒരു ഷോക്കിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുകയാണ് നമ്മൾ. അവിടെ നിന്നും അവരെങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, ചുമ്മാ പറയുകയാണോ ബർത്ത്ഡേ ആണെന്ന്? മിസ്സിനെ പറ്റിക്കുവാണല്ലേ? ഓക്കെ, കുഴപ്പമില്ല.
യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ, നമ്മളിപ്പോൾ കുറേ പേര് പറഞ്ഞ് പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ നമ്മുടെ ക്ലാസ് 9 ആൽഫ ബാച്ചിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, അതിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തിന് ഞങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം മിസ് എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ 1 ഷോട്ട് ലൈവ് ആണ് എടുക്കുന്നത് അല്ലേ. നിങ്ങൾക്കൊരു ചാപ്റ്റർ മിസ് എടുത്തു തരും, ശരിയാണ്. അതിൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ റെഡി, ഓക്കെ ആണ്. പക്ഷേ ഇതുപോലെ മറ്റ് സബ്ജക്ട്സ് ആണെങ്കിലും നമ്മൾ 1 ഷോട്ട് ലൈവിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡൗട്ട്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ക്ലാസ്സുകൾ തന്നെ വേണം. അത് നമുക്ക് യൂട്യൂബ് ക്ലാസ് കൂടെ തരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ബാച്ചിൽ ലൈവ് ക്ലാസ്സുകൾ വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് എടുത്ത് തരുന്നു. പിന്നെ അതിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടുന്നു, അതുപോലെ തന്നെ വർക്ക് ഷീറ്റ് കിട്ടുന്നു, ചാപ്റ്റർ വൈസുള്ള എക്സാംസ് കിട്ടുന്നു, റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നുണ്ട് ലാംഗ്വേജിന്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ യെസ്, എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ 2199 ആണ് ഇപ്പോഴത്തെ ഫീസ്. സ്പെഷ്യൽ ഓഫറാണ്, ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. നമ്മുടെ എക്സാം ഒക്കെയാണ് മുന്നിലുള്ളത്, പിന്നെ ഒന്നും ആലോചിക്കാനില്ല, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് മുമ്പ് മുതലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം എന്താണ്, നമ്മുടെ എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആണ്. നമ്മൾ റിവിഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ട്, ക്ലാസ് 9 ആൽഫ ബാച്ചിന് കുട്ടികൾക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2199 ആണ് നമ്മുടെ ബാച്ചിലേക്കുള്ള ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സും കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് 999 അടച്ചു കഴിഞ്ഞാൽ 50% ഓഫറാണ് ഉള്ളത്. ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ആവാം കേട്ടോ. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും വർക്ക് ഷീറ്റ്സും മോഡൽ എക്സാംസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. യെസ്, അപ്പോൾ മിസ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ബെത്തനി ഹാമിൽട്ടൻ്റെ ലൈഫാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ടീച്ചറിൻ്റെ ഏജ് ഇവിടെ എന്താണ് ഗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, കഴിഞ്ഞായിരുന്നോ? എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബെത്തനി ഹാമിൽട്ടൺ. ബെത്തനി ഹാമിൽട്ടൻ്റെ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റോറി അല്ല, റിയൽ ലൈഫാണ് കേട്ടോ മക്കളെ, റിയൽ ലൈഫാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എക്സാമ്പിൾസ് ആവട്ടെ, നമ്മുടെ ഹെലൻ കെല്ലറിനെ അറിയുന്നവരൊന്ന് ചിരിച്ചേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. ഹെലൻ കെല്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ചിരിച്ചേ. ഹെലൻ കെല്ലറിനെ അറിയോ? ഡെഫായിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ആളായിരുന്നു അല്ലേ. അവർ ഓത്തറാണ്, ആക്ടിവിസ്റ്റാണ്, പല രീതിയിൽ ഫേമസ് ആയി പിന്നീട്. ശരിയല്ലേ? യെസ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, യെസ്. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവർക്ക് ചെറുതിലേ കാണാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ഒരു പ്രായം എത്തിയപ്പോൾ എന്താണ്, കാഴ്ച പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുപോലെ ലിമിറ്റേഷൻസ് അനുഭവിക്കുന്ന ഒരാൾ എപ്പോഴും ലൈഫിൽ തോറ്റു പോകാനേ നോക്കുള്ളൂ. അവരുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിരിക്കും. സ്റ്റിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഓത്തറായിട്ട് മാറുക, ഒരു മോട്ടിവേറ്റിംഗ് സോഴ്സ് ആയിട്ട് മാറുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ബെത്തനി ഹാമിൽട്ടൺ. നമ്മളിതാ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ ചോദിക്കാം. ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സ് വെച്ചിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾ ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കും എന്നുള്ളതും മിസ് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, ഇതാ നോക്കിക്കോ, തുടങ്ങാം. It came literally out of the blue. I had no warning at all, not even the slightest hint of danger on the horizon. The water was crystal clear and calm. It was more like swimming in a pool rather than the deep ocean waters in Kauai, Hawaii, where I go almost every morning to surf with my friend Alana Blanchard or the other girls on the Hanali girls surf team. Okay, അപ്പോൾ ബെത്തനി ഹാമിൽട്ടൺ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബെത്തനി ഹാമിൽട്ടൺ ഓർത്തെടുക്കുകയാണ് അന്നത്തെ ദിവസം. ആ ഒരു ദിവസമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്, കൈയിൻ്റെ ഒരു പ്രശ്നം വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദി ബ്ലൂ. ഞങ്ങൾ ഒട്ടും തന്നെ വിചാരിച്ചില്ല. ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കി വയ്ക്കുക. ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് വെച്ചാൽ എന്താ, വിത്തൗട്ട് എനി സൈൻ. അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ പെട്ടെന്ന് വന്നത് എന്നാണ് മീനിങ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, എന്തോ സംഭവിച്ച കാര്യം പറയാനിരിക്കുവാണ്. എന്താണ്, അത് പെട്ടെന്നാണ് ഉണ്ടായത്. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ. ആദ്യം എനിക്ക് ഒരു വാർണിംഗും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു സൈനും ഇല്ല, ഒന്നും എന്തോ പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നു എന്നുള്ള യാതൊരു എന്തുമില്ല, ഒരു ക്ലൂ ഇല്ല. നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻറ്റ് ഓഫ് ഡേഞ്ചർ ഓൺ ദ ഹൊറൈസൺ. അവിടെയുള്ള അന്തരീക്ഷം, ഹൊറൈസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ചക്രവാളം എന്നാണ് മീനിങ്, ലിറ്ററൽ മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്ഫിയർ വാസ് ക്ലിയർ. അറ്റ്മോസ്ഫിയറിൽ പ്രശ്നമൊന്നും തോന്നിയില്ല അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ. അവിടെ ഒന്നും ഒരു സ്ലൈറ്റസ്റ്റ് ഹിൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഡേഞ്ചറിൻ്റെ, അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള യാതൊരു ക്ലൂ പോലും അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വെള്ളം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, കാം ആയിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ് ഇൻ എ പൂൾ. ഒരു പൂളിൽ സ്വിം ചെയ്യുന്ന പോലെയായിരുന്നു.
ഉണ്ടായിരുന്നു rather than the deep ocean waters in ഹവായ്. ഹവായിലുള്ള കവായ് ബീച്ചിൽ ഞാൻ നീന്താനായിട്ട് പോകുന്നത്. സ്വിമ്മിങ്ങിന് പോകുമ്പോൾ എന്താണ്, ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ്, ഒരു പൂളിൽ സ്വിം ചെയ്യുന്ന പോലെയായിരുന്നു തോന്നിയത്. വേർ ഐ ഗോ ഓൾമോസ്റ്റ് എവറി മോർണിംഗ് ടു സർഫ് വിത്ത് മൈ ഫ്രണ്ട് അലന ബ്ലാൻചേർഡ് എന്നുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ എന്നും എന്ത് ചെയ്യാൻ പോകാറുണ്ട്, സർഫ് ചെയ്യാനായിട്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ ഹനാലൈ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് സർഫ് ടീമിൻ്റെ കൂടെ ഞാൻ സർഫ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പം അന്നത്തെ ദിവസം ആ ഓഷ്യനിലാണ് ഞാൻ എന്നുള്ള സാധനമല്ല ഉള്ളത്. എന്താണുള്ളത്, സ്വിമ്മിങ് പൂളിലാണ് താൻ എന്നുള്ളൊരു ഫീലാണ് ബെത്തനി ഹാമിൽട്ടൺ ഉണ്ടായത്. കാരണം എന്താണ്, ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വാട്ടർ വളരെ കാമായിട്ട്, നല്ല കാമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, യെസ്. ഇനി എന്താ പറയുന്നത് നോക്കി, ദ വേവ്സ് വെർ സ്മോൾ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. ചെറിയ ചെറിയ വേവ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ചെറിയ ചെറിയ തിരമാലകളാണ് ഉണ്ടായിരുന്നത്. ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതായത് എന്താണ്, നിന്ന് പതുക്കെ പതുക്കെ ക്രമരഹിതമായിട്ട് വരിക. അതായത് എപ്പോഴും വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, കുറച്ച് കഴിഞ്ഞ് പതുക്കെ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ് വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം ഡാംഗ്ലിങ് ഇൻ ദ കൂൾ വാട്ടർ. അപ്പം ഞാൻ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ബോർഡിൽ വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദ ബോർഡ്. ബോർഡിൻ്റെ മുൻഭാഗത്ത്, നോസ് ഓഫ് ദ ബോർഡ് എന്ന് പറയുമ്പോൾ എന്താ, ബോർഡിൻ്റെ മുൻഭാഗത്തായിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടുണ്ട്. ദെൻ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ എന്ത് ചെയ്യുന്നു, ഡാംഗ്ലിങ് ഇൻ ദ കൂൾ വാട്ടർ. താഴെയുള്ള തണുത്ത വെള്ളത്തിൽ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. അങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൻ്റെ ചലനത്തിനനുസരിച്ച് അതങ്ങനെ കയ്യിലാവുന്നുണ്ട്. ഐ റിമെമ്പർ തിങ്കിങ്, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ സമയത്ത് എന്താ ചിന്തിച്ചിരുന്നത്, ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. ഈ സർഫ് പെട്ടെന്ന് തന്നെ സർഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് ബെത്തനി ഹാമിൽട്ടൺ ആ ഒരു ബോർഡിൻ്റെ മേലെ കിടക്കുന്നുണ്ടായിരുന്നു. വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. പെട്ടെന്ന് തന്നെ എന്തോ ഗ്രേ കളറിൽ എന്തോ സാധനം അങ്ങോട്ട് വരുന്നതായിട്ട് അവൾക്ക് തോന്നി. ഒരു ഗ്രേ കളറിൻ്റെ ഒരു മിന്നൽ പോലെ ഒരു സാധനം കാണുവാണ് അവൾ. ഓക്കെ, അപ്പോൾ ഡാംഗ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അത് തൂക്കിയിടുക താഴത്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തോ സംഭവിക്കുകയാണ് ഇവിടെ. എന്താണ്, എന്തുകൊണ്ടാണ് ബെത്തനി ഹാമിൽട്ടൺ അവിടെ റിലാക്സ് ചെയ്യുന്നത്? സർഫ് ചെയ്യാനാണ് വന്നത്, പക്ഷേ ഷീ വാസ് റിലാക്സിങ് ഓൺ ദ ബോർഡ്. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് മക്കളെ പറഞ്ഞേ, വേഗം പറഞ്ഞേ. എന്തുകൊണ്ടാണ് ബെത്തനി ഹാമിൽട്ടൺ എന്തുകൊണ്ടാണ് റിലാക്സ് ചെയ്യാൻ ഇരുന്നത്? അതായത് സർഫ് ചെയ്യാനാണല്ലോ വന്നത്, അപ്പോൾ സർഫ് ചെയ്താൽ പോരെ? പറഞ്ഞേ, എന്താണ്, നിങ്ങളിവിടെ ഇല്ലേ എല്ലാവരും? ഐ ഹാവ് പ്രോബ്ലം. എന്താണ് പ്രോബ്ലം വിസ്മയ? വെയിറ്റിംഗ് ഫോർ വേവ്സ്, K-pop ഒഫീഷ്യൽ. ഓക്കെ, യെസ്, K-pop ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ടയേർഡ് ആയതുകൊണ്ടാണോ അക്സ സർഫ് ചെയ്യാനുള്ള തുടക്കത്തിന്? ഓക്കെ, ആനന്ദ്, വെരി ഗുഡ്. ബിക്കോസ് ഷീ ലൗഡ് ടു ഇൻ ദ there was no waves. രശ്മി, യെസ്, വെരി ഗുഡ്. ഇനി എന്താണ്? യെസ്, വെരി ഗുഡ്. എന്താണ്? വെയിറ്റിംഗ് ഫോർ ദ വേവ്സ്. അതായത് ഈ സർഫ് ചെയ്യണമെങ്കിൽ നല്ല തിരമാല വേണം അല്ലെ, നല്ല പൊക്കത്തിലൊക്കെ വരുന്ന, അത്യാവശ്യം ഹൈറ്റിൽ വരുന്ന തിരമാല വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു യെസ്, ഹൈ വേവ്സിന്, ആ വേവ്സിന് വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോ ഷീ വാസ് റിലാക്സിങ്. അവൾ റിലാക്സ്ഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ സർഫ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു, ആ ബോർഡിൽ കിടക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് എന്തോ ഗ്രേ കളർ അവൾക്ക് കണ്ടു. ദാറ്റ്സ് ഓൾ ഇറ്റ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. ആകെ ഇത്ര സമയം അതെടുത്തിട്ടുള്ള ബ്രീഫ് ടൈം, വളരെ ബ്രീഫ് ടൈം. സ്പ്ലിറ്റ് സെക്കൻഡ് എന്ന് വെച്ചാൽ നേരം. ഓക്കെ, വളരെ കുറച്ച്, ഒരു സെക്കൻഡിൻ്റെ പകുതി എന്നൊക്കെ പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും, ഒരു ബ്രീഫ് ടൈമിലാണ് ഇത് സംഭവിച്ചത്. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് fast tugs. I couldn't make out any of the details, but I knew that the huge jaws of a massive tiger shark covered the top of my board and my left arm. എന്താ പറയുന്നത്, ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ. ഇവൾക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ അവൾക്ക് ഫീൽ ചെയ്യാണ്. പിന്നെ കുറച്ച് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടഗ്സ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആരോ പിടിച്ച് വലിക്കുകയാണ്. ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ആ ഫാസ്റ്റ് ആയിട്ടുള്ള വലിവ്, ടഗ്സ് എന്ന് വെച്ചാൽ വലി കേട്ടോ, ആ വലി എനിക്ക് ഫീൽ ചെയ്തു. ഐ കുഡന്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ്. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലായില്ല, അതായത് എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ്, പക്ഷേ എനിക്ക് അറിയാൻ പറ്റി that the huge jaws of a massive tiger shark. ഒരു ടൈഗർ ഷാർക്ക് നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ? ടൈഗർ ഷാർക്കിന്റെ കളർ എന്തുവാ? ഷാർക്കി ബ്രോ ആണോ അല്ലേ? ഷാർക്കി ബ്രോ ആണോ? ബ്ലൂ കളർ അല്ലേ? ബ്ലൂ കളറുള്ള ടൈഗർ ഷാർക്ക്, ടൈഗർ ഷ്രോഫ് എന്നാണ് സിനിമ തലയിൽ വരുന്നത്. മറ്റേ നമ്മുടെ ബോളിവുഡ് ആക്ടറില്ലേ
ടൈഗർ ഷ്രോഫ്. ഓക്കെ, ഇത് ടൈഗർ ഷാർക്ക് കേട്ടോ. ടൈഗർ ഷാർക്ക് ബ്ലൂ കളറുള്ള ടൈഗർ ഷാർക്ക്. ഇവൻ വന്നിട്ട് എന്ത് ചെയ്തു, ഇവൻ്റെ ജോ എന്ന് വെച്ചാൽ എന്താണ്, താടിയല്ല്, അവൻ്റെ ആ താടിയല്ല് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി, അതെനിക്ക് മനസ്സിലായി. അത് കവർ ദ ടോപ്പ് ഓഫ് മൈ ബോർഡ്, എൻ്റെ ബോർഡിൻ്റെ ടോപ്പൊക്കെ അവൻ്റെ വായിലായിട്ടുണ്ട്. ആൻഡ് മൈ ലെഫ്റ്റ് ആം, അതിൻ്റെ കൂടെ എൻ്റെ ലെഫ്റ്റ് ആമും എന്താണ്, അവൻ്റെ വായ്ക്കകത്താണ്. ദാറ്റ് ഐ ന്യൂ. ഓക്കെ, അത് എനിക്ക് അറിയാൻ പറ്റി. ആൻഡ് ഐ കുഡൻറ്റ് മേക്ക് എനി ഓഫ് അതർ ഡീറ്റെയിൽസ്, എനിക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എന്താണ്, അതൊന്നും മനസ്സിലാക്കാനായിട്ട് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രേസൽ വെർബാണ് കേട്ടോ മക്കളെ. അണ്ടർസ്റ്റാൻഡ്, ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി എന്നുള്ള മീനിങ് ആണ് കേട്ടോ, ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ മേക്ക് ഔട്ട് എന്താണ്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എനിക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താണ്, ഷാർക്കിൻ്റെ വായിലാണ് ഈ ടോപ്പ് ഓഫ് ദ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം എന്നുള്ള കാര്യം മാത്രം എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഫണി, യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റൻ ഓഫ് വുഡ് റിയലി ഹേർട്ട്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഒരു കാര്യം, ഒരു രസം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ചിന്തിക്കും കൈ ഇങ്ങനെ കടിച്ച് പറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ യുവർ ആം ബിറ്റൻ ഓഫ് എന്ന് വെച്ചാൽ കടിച്ച് പറിച്ചെടുക്കുക, വുഡ് റിയലി ഹേർട്ട്, നിങ്ങൾക്ക് വേദന എടുക്കും എന്നല്ല നിങ്ങൾ വിചാരിക്കുക. അല്ലെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഇവിടെ പട്ടിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നായയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടി കിട്ടിയിട്ടുള്ള മക്കളുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഉണ്ടെങ്കിൽ ഒന്ന് കരയുന്ന ഇമോജിയിലോ മക്കളെ നോക്കട്ടെ. മിസ്സിൻ്റെ ഏച്ചിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു, അവനിങ്ങനെ വഴക്ക് പറയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവന് ഏച്ചി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുമ്പോൾ ഹൗസ് ഫുള്ള് പൊടിയായിട്ട് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വഴക്ക് പറഞ്ഞു ചെറുതായിട്ട്. അപ്പോൾ ആൾ ചാടിക്കടിച്ചത് മൂക്കിലായിരുന്നു. സെപ്റ്റം നമ്മൾ പറയില്ലേ, ഇവിടെ കറക്റ്റ് മൂക്കിലായിരുന്നു ചാടിക്കടിച്ചത്. പിന്നെ ചേച്ചിക്ക് ഫുള്ള് ഇങ്ങനത്തെ കടി കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അണ്ണാൻ കടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ നായകൾ കടിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കടി കിട്ടിയവർക്ക് അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അല്ലെ, നല്ല പെയിൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോവുക. യെസ്, ഉണ്ടല്ലോ, ഇത്ര പേരുണ്ടോ മക്കളെ? യെസ്, മിസ്സിന് ഇതുവരെ കിട്ടിയിട്ടില്ല, ഭാഗ്യവശാൽ ഇതുവരെ കിട്ടിയിട്ടില്ല. യെസ്, ഓക്കെ. അപ്പം നമുക്ക് നായ കടിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഷാർക്കൊക്കെ വന്നിട്ട് നമ്മളെ കടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ മനസ്സിലൊരു വലിയ യെസ് പറയാൻ പറ്റാത്ത വേദന അല്ലേ, പറയാൻ പറ്റാത്ത വേദനയാണ്. നമ്മുടെ മനസ്സിൽ വലിയൊരു പെയിനാണത്. നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ എത്ര പെയിനായിരിക്കും. നിങ്ങളിപ്പോൾ ന്യൂസിൽ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും, റീസെൻ്റ്ലി ഒരാൾ എന്താണ്, ഷാർക്കാണോ ആരും ഇങ്ങനെ കടിച്ച് വായിൽ പെട്ടു, എന്നിട്ട് തിരിച്ചു വന്നു, ജീവനോടെ വന്നു. മുഴുവനായിട്ട് അയാളെ വായിലേക്ക് ആക്കി, പക്ഷേ എന്താണ്, അയാൾ ജീവനോടെ വന്നു. ആ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചൊക്കെ അവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും അല്ലേ? ഇവിടെ എന്താണ്, കടിച്ചെടുത്തു, കൈ മുഴുവനായിട്ട് കടിച്ചെടുത്തു. ഷാർക്കിൻ്റെ വായിലാണ് കൈയുള്ളത്. അപ്പം നമ്മുടെ വിചാരം എന്താണ്, നല്ല പെയിനായിരിക്കും. ഓക്കെ, നല്ല പെയിനായിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ് ഡിഡിൻറ്റ് ഹേർട്ട്, അത് ശരിക്കും വേദനിച്ചില്ല അവൾക്ക്. കാരണം എന്താണ്, ആ സമയത്ത് വേദന അറിയാൻ പറ്റില്ല. ബട്ട് there was no pain at the time. ആ സമയത്ത് വേദനയേ ഉണ്ടായിരുന്നില്ല. ഐ ഫെൽറ്റ് പ്രഷർ, എനിക്കൊരു പ്രഷറാണ് ഫീൽ ചെയ്തത്. എന്താ, നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കില്ലേ, അത് പിടിച്ചെന്തോ വലിക്കുവാണ്. അപ്പോൾ നമ്മുടെ അങ്ങോട്ടൊരു വലിവ്, ഒരു ബലം, അതാണ് ഫീൽ ചെയ്തത്. ആൻഡ് കൈൻഡ് ഓഫ് ജിഗിൾ ടഗ്, എന്തോ പിടിച്ചിങ്ങനെ വലിച്ച് കുടയുക, ആ ഒരു കുടച്ചിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിച്ച് ഐ നോ നൗ വാസ് ദ ടീത്ത്. ഇപ്പം എനിക്ക് മനസ്സിലായി അതെന്തായിരുന്നു, അത് ആ പല്ലായിരുന്നു, ഷാർക്കിൻ്റെ പല്ലായിരുന്നു അത് എന്നുള്ള കാര്യം എനിക്കിപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. They have serrated edges like a steak knife and they sawed through the board and my bones as if they were tissue paper. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ശരീരത്തിലൂടെ അങ്ങനെ ഷാർക്കിൻ്റെ ടീത്ത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? ഇവിടെ നോക്കിയൊക്കെ ആലോചിച്ച് നോക്കിയത്, ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ് ലൈക്ക് എ സ്റ്റീക്ക് നൈഫ്. ആ ഒരു പല്ലെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, സെറേറ്റഡ് എഡ്ജസ് ആണ് അതിന്. ഈർച്ചവാൾ എന്ന് പറയില്ല നമ്മൾ, അതിൻ്റെ പല്ല് കണ്ടോ, അറക്കവാൾ പോലുള്ള അതിൻ്റെ അരികോട് കൂടിയിട്ടുള്ള അറപ്പ് വാൾ പോലുള്ള പല്ല് കേട്ടോ. ആ പല്ല് സ്റ്റീക്ക് നൈഫിൻ്റെ പോലെ, സ്നീക്ക് നൈഫ് എന്ന് വെച്ചാൽ നോക്കിക്കേ, മാംസമൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി, അതുപോലെയായിരുന്നു. ആൻഡ് ദേ സോഡ് ത്രൂ എന്ന് വെച്ചാൽ അറുത്തു. എങ്ങനെ അറുത്തു, ആ ബോർഡും അതുപോലെ തന്നെ എൻ്റെ ബോൺസും, എൻ്റെ എല്ലും, ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിൻ്റെ എല്ലില്ലേ, ആ എല്ലും കൂടെ എങ്ങനെയാണ് അറുത്തത്, അത് ഇങ്ങനെ കടിച്ചു പിടിച്ചത്. ഇഫ് ദേ വർ ടിഷ്യൂ പേപ്പർ, അത് ടിഷ്യൂ പേപ്പർ ആണെന്നുള്ള രീതിയിലാണ് ആ ഷാർക്ക് വന്നിട്ട് എന്താണ്, പപ്പടം പൊടിക്കുന്ന പോലെ അല്ലേ, ബോർഡിനെയും പൊടിച്ചു, അതുപോലെ തന്നെ എൻ്റെ കൈയിൻ്റെ എല്ലും അത് ടിഷ്യൂ പേപ്പർ പോലെ ചവയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ കടിച്ചെടുക്കുന്ന പോലെ കടിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പെയിനൊന്നും അറിയാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, ഇറ്റ് ഡിഡിൻറ്റ് ഹേർട്ട് മീ. ഓക്കെ, ആ സമയത്ത് എന്താ തോന്നിയത്, ഒരു പ്രഷറാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനിയോ ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്, അത് വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഈ കാര്യം ഉണ്ടായുള്ളൂ.
I remember seeing the water around me turn bright red with my blood. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അയ്യോ, അതിൻ്റെ ഇടയിൽ ലൈറ്റ്നിങ് ലെജൻഡ്, ഐ ലൈക്ക് പപ്പടം. ഓക്കെ, അപ്പം അതാണല്ലോ നമ്മൾ പറഞ്ഞതല്ലേ. എടാ കയ്യിൻ്റെ കാര്യമൊക്കെയാടാ പറഞ്ഞത്. കൈ വന്നിട്ട് ഷാർക്ക് ഇങ്ങനെ കടിച്ച് പറിച്ച് പോകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഈ കാര്യം ഉണ്ടായുള്ളൂ. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ്. ഓക്കെ, നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ട് എൻ്റെ ചുറ്റുമുള്ള വെള്ളം മാറുന്നത് ഞാൻ കണ്ടു. വിത്ത് മൈ ബ്ലഡ്, എൻ്റെ ചോരയാണ് അല്ലേ, എൻ്റെ രക്തമാണ് ഈ വെള്ളത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ വെള്ളം എന്താണ്, നല്ല കടും ചുവപ്പ് കളറായിട്ട് മാറുന്നത് ഞാൻ കണ്ടു എന്ന് പറയാണ്. ദെൻ ഐ സോ ദാറ്റ് മൈ ആം ഹാഡ് ബീൻ ബിറ്റൻ ഓഫ് ഓൾമോസ്റ്റ് ടു ദ ഷോൾഡർ. പിന്നെ നോക്കുമ്പോഴാണ് എന്താണ് കാണുന്നത്? ഷാർക്കിൻ്റെ പപ്പടോ. ഓക്കെ, പിന്നെ നോക്കുമ്പോഴാണ് എന്ത് കാണുന്നത്? എൻ്റെ ഷോൾഡറിൽ, ഓൾമോസ്റ്റ് ഷോൾഡറിന് തന്നെ ഈ കൈ മുഴുവനായിട്ട് അവൻ കടിച്ച് പിടിച്ച് സാപ്പിട്ട് പോയി. ഓക്കെ, നമ്മുടെ ഷാർക്ക് എന്ത് ചെയ്തു? വന്നു, കൈ കടിച്ചെടുത്തു, ആള് പോയി. ഓക്കെ, അപ്പം പിന്നെ നോക്കുമ്പോൾ എന്താ, ഷോൾഡറിൽ കൈയില്ല, ഇവിടം വരെ കടിച്ച് പറിച്ച് കൊണ്ടുപോയി കാണും. ദാറ്റ് വാസ് ജസ്റ്റ് എ 3 or 4 inch stub where my limb had once been. അപ്പോൾ ഇപ്പോൾ എൻ്റെ അവയവം, അതായത് എൻ്റെ കൈ മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം എന്താ ഉള്ളത്? ആകെ ഒരു 3 or 4 inch നീളമുള്ള ഈ ഒരു സ്റ്റബ് എന്ന് വെച്ചാൽ എന്താ, ഒരു കുറ്റി, കൈയിൻ്റെ ഒരു കുറ്റി, അതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ബെത്തനി ഹാമിൽട്ടൺ കേട്ടോ. ബെത്തനി ഹാമിൽട്ടൻ്റെ കൈ കണ്ടോ? ഇവിടെ മുതൽ കടിച്ച് മുറിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഫുള്ള് ബ്ലഡാണ്. പിന്നെ നോക്കുമ്പോൾ ഒരു സ്റ്റബ് മാത്രമുണ്ട്. യെസ്, ബൈറൻ ആൻഡ് ഹോൾട്ട്, അലനാസ് ബ്രദർ ആൻഡ് ഫാദർ. നേരത്തെ പറഞ്ഞല്ലോ, അലന എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരി ഉണ്ടല്ലോ, അവളുടെ ബ്രദറുണ്ട് ഫാദറുണ്ട് കൂടെ. ഗോട്ട് ടു മീ ഇൻ എ ഫ്ലാഷ്. വളരെ പെട്ടെന്ന്, ഫ്ലാഷ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, യെസ്. എന്താണ്, ക്ലാസ് സ്റ്റക്ക് ആവുന്നുണ്ട്. നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ മക്കളെ? ബാക്കി ഹാൻഡ്സ് ഡ്രോ ചെയ്യുന്നല്ലേ. എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. കൈ കണ്ടപ്പോൾ വരച്ച് ചേർക്കാനാണ് തോന്നിയത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുതല്ലോ അല്ലേ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിസ് ചെയ്യേണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മിസ് ഇങ്ങനെ വെറുതെ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മറ്റേ ഐൻസ്റ്റീൻ്റെ ഒക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പുതിയൊരാളാക്കുന്ന ആൾക്കാരായിരിക്കില്ല. മീൻസ് താടി വരച്ച് കൊടുക്കും ആൾക്ക്. പിന്നെന്താണ്, മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മിസ്സിൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ മിക്കവരും അങ്ങനെയായിരുന്നു. ഞങ്ങൾ എന്താണ്, നമ്മുടെ ഓത്തേഴ്സിൻ്റെ ഫോട്ടോസ് വെക്കുമല്ലോ, അപ്പോൾ അവരുടെ മുഖച്ഛായ മാറ്റും. ഓക്കെ, യെസ്. എനിക്കും ആവുന്നുണ്ട് മിസ്. ഓക്കെ, വൈ നോബഡി ടോക്കിംഗ് ടു മീ? അൽബാസ്, അങ്ങനെ പറയല്ലേ. ഇപ്പോൾ നമ്മൾ ടോക്ക് ചെയ്യാനല്ലല്ലോ വന്നത്, നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യാനല്ലേ വന്നത്. ഓക്കെ, നമുക്കിത് പഠിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഓക്കെ, യെസ്. നോക്കിക്കേ, ബൈറണും ഹോൾട്ടും എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അലന എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിൻ്റെ ബ്രദറും ഫാദറും ആണ് കേട്ടോ. അവർ വളരെ പെട്ടെന്ന്, ഇന്ന ഫ്ലാഷ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് എൻ്റെ അടുത്തെത്തി. ഹോൾട്ട്സ് ഫേസ് വാസ് വൈറ്റ് ആൻഡ് ഹിസ് ഐസ് വെർ വൈഡ്. ഹോൾട്ടിൻ്റെ ഫേസ് എന്ന് പറയുന്നത് വൈറ്റ് കളറായിട്ടുണ്ടായിരുന്നു, നല്ല വെളുത്തിരിക്കണം, കാരണം ഹി വാസ് സ്കെയർഡ്. ഇനിയോ, ആളുടെ ഐസ് വെർ വൈഡ്, കണ്ണുകളൊക്കെ വിടർന്നിരിക്കുവാണ്. ഓ മൈ ഗോഡ് ഹി സെഡ്, ബട്ട് ഹി ഡിഡ്ന്റ് ഫ്രീക്ക് ഔട്ട്. ആൾ പറഞ്ഞു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. പക്ഷെ ആൾ ഡിഡ്ന്റ് ഫ്രീക്ക് ഔട്ട് എന്ന് വെച്ചാൽ ആ നിയന്ത്രണം വിടുക. ഓക്കെ, കൺട്രോൾ ഇല്ലാണ്ട്, ഔട്ട് ഓഫ് കൺട്രോൾ ആയില്ല. ആൾ ഫ്രീക്ക് ഔട്ട് ഒന്നും ചെയ്തില്ല. ആൾക്കറിയാം കണ്ടീഷൻ ഇങ്ങനെയാണ്, മോശമാണ്. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു വന്നു. ഇൻസ്റ്റഡ് ഹി ടു കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ ഫ്രീക്ക് ഔട്ട് ചെയ്തില്ല, പകരം ആ സിറ്റുവേഷൻ്റെ കൺട്രോൾ അദ്ദേഹം ഏറ്റെടുത്തു. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് മൈ ബോർഡ് ആൻഡ് ഐ ഗോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് ആസ് ഐ ലീ ഓൺ മൈ ബോർഡ്. എന്താ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ആ ഒരു ബോർഡിൻ്റെ ടെയിൽ വെച്ചൊന്നു ഒരു തള്ളു കൊടുത്തു. അങ്ങനെ എന്താണ്, ഒരു വേവ്സിലൂടെ വന്ന് അവൾ ആ ബോർഡിലേക്ക് വന്ന് കിടന്നു. അങ്ങനെ നേരെ എന്താണ്, തിരിച്ച് നമ്മുടെ കരയിലോട്ട് കൊണ്ടുവരികയാണ്. വാട്ട് എവർ ഇമോഷൻസ് ഹോൾട്ട്, ബൈറൻ ആൻഡ് അലന വെർ ഫീലിംഗ് ദി കെപ്റ്റ് ഇൻസൈഡ്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? ഹോൾട്ട് ഉണ്ട്, ബൈറൻ ഉണ്ട്, അലന ഉണ്ട്. അവരൊക്കെ എന്തൊക്കെ ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നത്, അതൊക്കെ അവർ ഉള്ളിൽ തന്നെ വെച്ചു. ഓക്കെ, യെസ്. ഇനിയോ, നോബഡി പാനിക്ഡ് ഓർ ലോസ് ദെയർ ഹെഡ്. ആരും തന്നെ പാനിക്കായില്ല, പരിഭ്രാന്തരായില്ല. അവർ ഒന്നും പാനിക്കായില്ല. അവരുടെ ലോസ് ദെയർ ഹെഡ് എന്ന് വെച്ചാൽ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി പോവുക, അതായത് കൺട്രോൾ ഇല്ലാണ്ടാവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരും എത്തിയില്ല. അവർക്കൊക്കെ വിഷമമുണ്ട്, ഷോക്കിംഗ് ആണ് ഈ സംഭവം. പക്ഷെ അവരൊക്കെ എന്താ, കാമായിട്ടിരുന്നു. ഓക്കെ, കാമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യം ചെയ്തു. അപ്പം നമ്മളാണെങ്കിൽ എന്തായിരിക്കില്ലേ, അയ്യോ എൻ്റെ അമ്മ ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ തന്നെ ബോധം കെട്ട് വീണിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കാനായിട്ട് ഓടും. പിന്നെ നമുക്ക് ചിലപ്പോൾ കൈയും കാലും വരച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. നിങ്ങളാണെങ്കിൽ എങ്ങനെയാണെന്ന് മിസ്സിന് അറിയില്ല. മിസ്സാണെങ്കിൽ മിക്കവാറും അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആകെ കൈയും കാലും വിറക്കി നമുക്കപ്പോൾ തല വർക്കുകയില്ല ചിലപ്പോൾ അല്ലേ. അപ്പോൾ കാരണം എന്താണ്, ഒരാളുടെ കൈ പോയിട്ട് നിൽക്കുവാണ്, ഫുള്ള് ബ്ലഡ് കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് കിളി പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഇവർ 3 പേര് എന്ത് ചെയ്തു? ദേ സ്റ്റേഡ്
calm and quiet. Calm ആയി എന്നിട്ട് whatever they had to do, they did that. അവർക്ക് എന്തൊക്കെയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നേ, they did that. അവരത് ചെയ്തു. My arm was bleeding badly but not spewing blood like it should with a major artery open. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ബ്ലീഡിങ് ബാഡ്ലി എന്ന് വെച്ചാൽ വളരെ കൂടുതലായിട്ട് തന്നെ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നോട്ട് സ്പ്യൂയിങ് ബ്ലഡ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് മുറിഞ്ഞു പോയേക്കല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് ചീറ്റുന്ന രീതിയിലല്ല ഉള്ളത്. ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. നമ്മുടെ ഒരു രക്തവാഹിനി കുഴൽ, ഒരു ആർട്ടറി തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നിറയെ ബ്ലഡ് ഇങ്ങനെ ചീറ്റും. അപ്പോൾ അതുപോലത്തെ അവസ്ഥയായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. ബ്ലീഡിങ് ബാഡ്ലി, നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ തെറിക്കുന്ന ഒരു അവസ്ഥ, സ്പ്യൂവിങ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഹോൾ ടുക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ് ആൻഡ് ടൈഡ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റബ് ഓഫ് മൈ ആം, റിയലി ടൈഡ് ടു ആക്ട് ആസ് എ ടോണിക്കറ്റ്. എന്താണ് പറയുന്നത്? അപ്പോൾ ഹോൾട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ് ഉണ്ട്, അതായത് നീന്തുമ്പോഴൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇടുന്ന ഡ്രസ്സ്, അതെടുത്തു. എന്നിട്ടോ അതെടുത്തിട്ട് എന്ത് ചെയ്തു? അതെടുത്ത് എൻ്റെ സ്റ്റബിന്, എൻ്റെ കൈയിൻ്റെ ആ കുറ്റി ഉണ്ടല്ലോ, സ്റ്റബിന് ചുറ്റും കെട്ടി, നന്നായിട്ട് മുറുക്കെ തന്നെ കെട്ടി. ടൈ ടു ആക്ട് ആസ് എ ടോണിക്കറ്റ്. ടോണിക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാൻഡേജ് ഒക്കെ കെട്ടൂല, അല്ലെങ്കിൽ മുറിവ് പറ്റിക്കഴിയുമ്പോൾ ബ്ലഡ് ഒന്നും അധികം പോകാണ്ടിരിക്കാൻ വേണ്ടി തുണി കഷ്ണം കെട്ടും. അതുപോലെ അത് മറച്ചു വയ്ക്കാനുള്ള ഒരു ഇതായിട്ട് ടൂണിക്കറ്റായിട്ട് എന്ത് കിട്ടി? ആ റാഷ് ഗാർഡ് കെട്ടി. ഓക്കെ, ഹോൾ taught me to keep talking to him to make sure that I didn't pass out in the middle of the ocean. അപ്പോൾ ഹോൾട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കാരണം എന്താണ്? ഇല്ലെങ്കിൽ ടു മേക്ക് ഷുവർ, എന്തുറപ്പിക്കാനാണ്? ദാറ്റ് ഐ ഡിഡ്ന്റ് പാസ് ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. ഓഷ്യൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഇവിടെ ബോധം കിട്ട് പാസ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ബോധമില്ലാത്ത അവസ്ഥയില്ല, അബോധാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോൾട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും കീപ് ടോക്കിംഗ് എന്നുള്ള കാര്യം പറഞ്ഞു. സോ ഐ വാസ് ടോക്കിംഗ് ഓൾദോ ഐ ഡോണ്ട് നോ about what. ഞാൻ സംസാരിക്കായിരുന്നു, എന്നിരുന്നാലും ഐ ഡോണ്ട് നോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്. അപ്പോൾ ആകെ അവൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ചെയ്യുന്നു, എന്തൊക്കെയോ ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. മക്കൾ, ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ബെത്തനി ഹാമിൽട്ടൺ എന്തൊക്കെ ആ സമയത്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ബെത്തനി ഹാമിൽട്ടൻ്റെ എക്സ്പീരിയൻസ് അന്നത്തെ ദിവസം റീകോൾ ചെയ്തിട്ട് ഡയറി എഴുതാനൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, എന്താണ് ഹോൾട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കാം കേട്ടോ. ഇനിയോ, in the surgery room they hooked me up to lots of machines. അങ്ങനെ സർജറി റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി അവരെന്നെ എന്ത് ചെയ്തു? കുറേ മെഷീൻസുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി, അതായത് എൻ്റെ ബോഡിയിലേക്ക് കുറേ മെഷീൻസ് കണക്ട് ചെയ്തു. ഇറ്റ് വാസ് ഡോക്ടർ റോവിൻസ്കി ഹു വുഡ് ബി ഡൂയിങ് ദ ഫസ്റ്റ് സർജറി. അപ്പോൾ ഫസ്റ്റത്തെ സർജറി ചെയ്യുന്നത് ഡോക്ടർ റോവിൻസ്കി ആണ്. ആൻഡ് ഹി എക്സ്പ്ലെയിൻ ടു ബോത്ത് മീ ആൻഡ് മോം ഹൗ ഹി വുഡ് ഡു ഇറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം എന്നോടും അമ്മയോടും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. യു ഹാവ് ലോസ്റ്റ് യുവർ ആം ബത്തനി, ഹി സെഡ് ജെൻലി. വളരെ മൃദുവായിട്ട് ജെൻലി ഹി ടോൾഡ് മീ ദാറ്റ് I have lost my arm. ഓക്കെ, ഞാൻ എൻ്റെ ആംസ് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. നൗ ദ ഫോക്കസ് ഈസ് ഓൺ സേവിങ് യുവർ ലൈഫ്. ഇപ്പം നിൻ്റെ ഫോക്കസ് എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? നിൻ്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. മൈ മോം സ്റ്റേഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം. അപ്പോൾ മുഴുവൻ സമയം എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ നിന്നു. മൈ ഡാഡ് വെൻറ്റ് ഔട്ട് ടു ഡീൽ വിത്ത് ദ വിസിറ്റേഴ്സ് ആൻഡ് ദ എവർ ഗ്രോയിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ് ഹു ഹാഡ് ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു മീ ആൻഡ് വെർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. അപ്പോൾ എൻ്റെ അച്ഛൻ ആ സമയത്ത് എന്താ ചെയ്യുന്നുണ്ടായിരുന്ന? വെൻറ്റ് ഔട്ട് ടു ഡീൽ വിത്ത് ദ വിസിറ്റേഴ്സ്. കാണാൻ വരുന്ന ആളുകളുണ്ടല്ലേ, വിസിറ്റേഴ്സ്, അവരെ ഡീൽ ചെയ്യാനായിട്ട് എൻ്റെ അച്ഛൻ പുറത്ത് പോയി. അത് മാത്രമല്ല, ഇങ്ങനെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന എവർ ഗ്രോയിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ്. നമ്മൾ എന്ത് കാര്യം ആര് വരും? റിപ്പോർട്ടേഴ്സ് വരും അല്ലേ. റിപ്പോർട്ടേഴ്സിനെ മാനേജ് ചെയ്യാനും അദ്ദേഹം പോയി. ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു മീ. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് കേട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടേഴ്സ് വന്നു. ആൻഡ് ദേ വർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. എൻ്റെ സ്റ്റോറി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ന്യൂസ് കൊടുക്കാൻ വേണ്ടി അവർ ഈഗർ ആയിരുന്നു. ഇൻ ദ ഹോസ്പിറ്റൽ I would look over at the bandage stump where my arm used to be and think, now what? അപ്പോൾ ആശുപത്രിയിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇൻ ദ ഹോസ്പിറ്റൽ ഐ വുഡ് ലുക്ക് ഓവർ ദ സ്റ്റംപ്. ആ ബാൻഡേജ് സ്റ്റംപ് ഉണ്ടല്ലോ, അതായത് കൈ, ആ കൈയുടെ ഒരു കുറ്റി ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ നോക്കും. വെയർ മൈ ആം യൂസ് ടു ബി. എൻ്റെ കൈ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റംപ്പിലേക്ക് ഞാൻ ഇടയ്ക്ക് നോക്കും. ആൻഡ് തിങ്ക്, എന്നിട്ട് ഞാൻ ചിന്തിക്കും, നൗ വാട്ട്, ഇനി എന്ത് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഫോർ എ വൈൽ, കുറച്ച് നേരത്തേക്ക് ഐ ഡൗട്ടഡ് വെദർ ഐ വുഡ് എവർ സർഫ് എഗെയിൻ. ഞാൻ ഇനി അങ്ങോട്ട് സർഫ് ചെയ്യോ എന്ന് ഞാൻ വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ട് ചിന്തിച്ചിരുന്നു. ഞാൻ ഡൗട്ട് ചെയ്തു.
ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എവ്രിബഡി നോ ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 2 കൈ വേണം സർഫ് ചെയ്യാൻ എന്നുള്ള കാര്യം. ഐ ട്രൈ ടു ടെൽ മൈ സെൽഫ് ഹേയ് ഐ എം ഓക്കെ വിത്ത് ദിസ്. അപ്പം ഞാൻ എന്നോട് തന്നെ പറയാനായിട്ട് ശ്രമിച്ചു, എന്താണ്, ഹേയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതിന് ഓക്കെയാണ്. ഐ മീൻ സർഫിങ് ഈസ് ഇൻ എവറിഥിങ് റൈറ്റ്. സർഫിങ് അല്ലല്ലോ എല്ലാ എന്താണ് മുഴുവനായിട്ട് സർഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചൊന്നും പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ടു ഹാവ് ഫൺ. ഓക്കെ, യെസ്, ഓക്കെ. എന്താ പറയുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തമാശക്ക്, എനിക്ക് രസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കൊരു വിനോദം എന്നുള്ള രീതിയിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, സർഫിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആര് സമാധാനിക്കണം, ബെത്തനി ഹാമിൽട്ടൺ സ്വയം പറഞ്ഞ് സമാധാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ് തോട്ട്സ് കേട്ടോ. ഓക്കെ, ബെത്തനി ഹാമിൽട്ടൻ്റെ തോട്ട്സ് വെൻ ഷീ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന സമയത്ത് ബെത്തനി ഹാമിൽട്ടൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, യെസ്, 8:30 തീർക്കാം കേട്ടോ. ആനന്ദ്, യെസ്, ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. I want to be the best surf photographer in the world. I told my dad. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സർഫർ ആവാൻ ഇനി പറ്റില്ല. ഓക്കെ, സർഫർ ആവാനായിട്ട് ഇനി പറ്റില്ല. സോ ബെത്തനി പറയുകയാണ് അച്ഛൻ്റെ അടുത്ത്, എന്താ പറയുന്നത്, ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർഫ് ഫോട്ടോഗ്രാഫർ ആയാൽ മതി എനിക്ക്. ഓക്കെ, ഫോട്ടോ എടുക്കാമല്ലോ, അത് കുഴപ്പമില്ലല്ലോ. ഐ ടോൾഡ് മൈ ഡാഡ് ദാറ്റ് വാസ് മൈ വേ ഓഫ് സെയിങ് ലിസൺ ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. അപ്പോൾ എൻ്റെ സർഫിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ സർഫ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ വേറെ രീതിയിലാണ് അവൾ പറയുന്നത്. എന്താ, അവൾ ആക്സെപ്റ്റ് ചെയ്തു ഇനി എനിക്ക് സർഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത് എന്താ അച്ഛനോട്, ഇനിയിപ്പോൾ സർഫ് ഫോട്ടോഗ്രാഫർ ആവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹി ജസ്റ്റ് നോഡഡ്. അച്ഛൻ എന്ത് ചെയ്തു, ഒന്ന് തലയാട്ടി എന്നിട്ട് പറഞ്ഞു, ഐ എം ഷുവർ യു വിൽ ബി, എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് എന്തായാലും പറ്റും. ആൻഡ് ട്രൈ ടു സ്മൈൽ, എന്നിട്ട് ചിരിക്കാനായിട്ട് ശ്രമിച്ചു. ഹി ന്യൂ വാട്ട് ഇറ്റ് മെൻറ്റ് ആസ് വെൽ. അപ്പോൾ അദ്ദേഹത്തിനും അറിയാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത്, കാരണം 2 കൈ എന്തായാലും വേണം എന്ത് സർഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ബൈ സാറ്റർഡേ ആയപ്പോഴത്തേനും, അപ്പോൾ ഏകദേശം സർഫിംഗ് എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് ഇങ്ങനെ വിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാറ്റർഡേയോട് കൂടെ ഐ ചേഞ്ച് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിംഗ് അഗെയിൻ. ഞാൻ എൻ്റെ ചിന്ത മൊത്തം മാറ്റി. മൈ മൈൻഡ് എന്താണ്, ഇറ്റ് ചേഞ്ച്ഡ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു തിങ്ക് അബൌട്ട് ഗോയിങ് ഫോർ സർഫിങ്. ഓക്കെ, സർഫിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സർഫിങ് അഗെയിൻ, വീണ്ടും സർഫിങ്ങിന് പോകണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ച് തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രത്തോളം പാഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു കാര്യം നമുക്കങ്ങനെ ഈസി ആയിട്ടൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് വേണം, നിങ്ങൾക്ക് ക്ലാസ് ഫസ്റ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആളുണ്ടാവും അയാളെക്കാളും നല്ല മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഇന്നൊരു സബ്ജക്റ്റിന് മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിച്ച് കൊടുക്കണം എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്നുള്ളത്. ചിലപ്പോൾ നെയ്ബേഴ്സിനെ, നാട്ടുകാരെ ആവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ തന്നെയായിരിക്കാം. ഇങ്ങനത്തെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെന്ത് ചെയ്യും, എക്സ്ക്യൂസസ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഫോക്കസിലേക്ക് വരും. ഇത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ എല്ലാ വഴിയും അങ്ങോട്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകും. അത്രത്തോളം പാഷൻ വേണമെന്ന് മാത്രം. ഓക്കെ, നമ്മളെ എവിടെ നിന്നൊക്കെ നമ്മുടെ ഫോക്കസ് പോകും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാൽ പോലും എന്താണ്, നമ്മുടെ ഇഷ്ടം അത്രത്തോളം നമ്മുടെ സോളിലുള്ളൊരു ഡിസയർ എന്ന് പറയില്ല, അത്രയും ഇഷ്ടമുള്ളൊരു കാര്യം അതെന്തായാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകില്ല. അപ്പോൾ അതുപോലെയാണ് ബെത്തനി ഹാമിൽട്ടന്. അതുകൊണ്ടാണ് സോൾ സർഫർ എന്ന് പറയുന്നത് അല്ലേ. സർഫിങ് ഈസ് ഹർ ലൈഫ്. ആക്ച്വലി ആ ലൈഫാണ് അവൾക്ക് എന്താ സർഫിങ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയൊക്കെ ലിമിറ്റേഷൻ, ഏറ്റവും വലിയത് വരാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലിമിറ്റേഷനാണ് അവൾക്കുള്ളത്. പക്ഷേ അവൾ എന്താണ്, ഷീ സ്റ്റിൽ ചോസ്. അവളെ അപ്പോഴും ചൂസ് ചെയ്ത് എന്താണ്, ആ സർഫിങ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും ചിന്തകൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. പാഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത്രയ്ക്കധികം പാഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ വഴിയും, എല്ലാ തോട്ട്സും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ഫോക്കസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്കാണ് കൊണ്ടുപോവുക. അപ്പം ബെത്തനി ഹാമിൽട്ടന് തനിക്കൊരു കൈയില്ല എങ്കിൽ പോലും അവളുടെ ഹൃദയം കിടക്കുന്ന, അല്ലെങ്കിൽ അവളുടെ സോള് കിടക്കുന്ന എവിടെയാണ്, സർഫിങ്ങിലാണ്. അതിൽ നിന്നാണ് അവൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും തോട്ട്സ് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നത്തിലേക്ക് അവളുടെ ചിന്തകൾ കൊണ്ടുപോവുകയാണ്. ഐ വാസ് ഫീലിംഗ് ബെറ്റർ. എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി. ഇപ്പം എൻ്റെ മൈൻഡിൽ എന്താണ്, ലെസ് ഫോഗിയാണ്. ഫോഗി എന്ന് വെച്ചാൽ എന്താ, വ്യക്തമല്ലാത്തൊരു അവസ്ഥ. അതിപ്പോൾ എന്താ, കുറഞ്ഞു, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എൻ്റെ പാത്ത്. ആൻഡ് ദർ വെർ സോ മെനി പീപ്പിൾ കമ്മിങ് ടു സീ മീ ആൻഡ് ഗിവ് മീ പെപ് ടോക്സ്. കുറേ ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്, പെപ് ടോക്സ് തരാൻ വേണ്ടി. പെപ് ടോക്സ് എന്ന് വെച്ചാൽ നമ്മളെ ആളുകൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചെറിയ ലഘു ടോക്സ്. ഓക്കെ, ലഘു പ്രസംഗം, ചെറിയ ടോക്സ് കേട്ടോ. എന്നിട്ട് നിന്നെ കൊണ്ട് സാധിക്കും, ഇതിനെന്താ ഒരു കൈ പോയെന്ന് വെച്ചാൽ അവർ ജീവിക്കുന്നില്ലേ, ഇവർ ജീവിക്കുന്നില്ലേ, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ കുറേ ആളുകൾ വന്നു. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവ്രി വൺ. എല്ലാവരും വന്നവർക്കൊക്കെ മുന്നിൽ ഞാൻ എന്ത് ചെയ്തു, യെസ്
എൻ്റെ ഒരു ബ്രേവ് ഫേസ് ആണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പുട്ട് ഓൺ എന്ന് വെച്ചാൽ ധരിച്ചു എന്നർത്ഥം കേട്ടോ. പുട്ട് ഓൺ ഇവിടെ എന്താ കാണിക്കുന്നത്, ആ ഫേസ്, അങ്ങനത്തെ ഒരു ഫേസ് ആണ് കാണിച്ചത് കേട്ടോ. ടു വെയർ ഇതും വേറെ ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബ്സ് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണാൻ വന്നപ്പോൾ അവരുടെ മുന്നിൽ അയ്യോ എൻ്റെ കൈ പോയേ എന്നല്ല പറയാൻ നിന്നത്. എന്താണ്, അവളൊരു ബ്രേവ് ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് നിന്നത്, ധീരയാണ് എന്ന് കാണിച്ചിട്ടാണ് നിന്നത്. ബട്ട് ഐ കാൺട്ട് പ്രിറ്റൻഡ് ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. പക്ഷെ എപ്പോഴും ഇതുപോലെ അല്ല കാര്യം. എനിക്ക് പേടിയുണ്ട്, എൻ്റെ കൈ പോയി, എനിക്കിനി സർഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാനത് എപ്പോഴും എനിക്കിങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, എപ്പോഴൊക്കെ സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്, സങ്കടപ്പെടുക. ടു ഗെറ്റ് ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്, ടു ഗെറ്റ് ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്, ടു ബി സാഡ്. ഞാൻ എപ്പോഴൊക്കെ സാഡ് ആവാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വന്നു തുടങ്ങുമ്പോഴത്തേനും എന്താവും, ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ ബി ബാക്ക്. തിരിച്ചെന്നെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു സങ്കടത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരുണ്ട്, എൻ്റെ ബ്രദേഴ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദേ വർ ലെഡ് ബാക്ക് ആസ് ഓൾവേസ്. അവരെപ്പോഴും ലെഡ് ബാക്ക് ആയിരുന്നു. ലെഡ് ബാക്ക് എന്ന് വെച്ചാൽ കാം ആയിരുന്നു. ഓക്കെ, യെസ്, ദേ നെവർ ലെറ്റ് മീ നോ ദർ ഹൊറർ ഓർ സീ ദർ പെയിൻ ഓർ ഫിയർ. അവരൊരിക്കലും അവരുടെ പേടി, അതുപോലെ തന്നെ അവരുടെ പെയിൻ, ഇതൊന്നും അവളെ കാണിച്ചിരുന്നില്ല. ഓക്കെ, ടിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. ടിമോത്തി എന്ന് പറഞ്ഞ ഒരു ബ്രദറാണ് കേട്ടോ. അവൻ എപ്പോഴും ജോക്ക് ചെയ്യുന്നു, തമാശകൾ പറയുന്നു. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. നോവയായിരുന്നു എൻ്റെ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, അല്ലെങ്കിൽ ദ റോൾ ഓഫ് ബെത്തനീസ് ഫാമിലി. അവളുടെ ഫാമിലീൻ്റെ റോളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോവ എന്ന് പറയുന്ന ആ ഒരു ബ്രദറായിരുന്നു അവളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ടർ. ദേ വർ സോ സ്ട്രോങ് ആൻഡ് ദാറ്റ് ഹെൽപ് മീ ടു ബി സ്ട്രോങ് ടു. ഓക്കെ, അപ്പോൾ അവർ സ്ട്രോങ് ആണ് എന്ന് പറയുമ്പോൾ എന്താ, എന്നെയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നു. ബിഫോർ ഐ got out of the hospital, in fact by the second day of my 1 week stay, I was talking differently about the possibility of surfing again. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇറങ്ങുമ്പോഴത്തേനും അതിന് മുമ്പായിട്ട് തന്നെ, ഇൻഫാക്ട് ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ, എൻ്റെ ഒരു ആഴ്ച നിൽക്കുന്നതിൽ 2ാമത്തെ ദിവസം തന്നെ, ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ. ഞാൻ വീണ്ടും സർഫ് ചെയ്യാൻ അതിൻ്റെ ഒരു പോസിബിലിറ്റി, സാധ്യതകളെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നു. ആൻഡ് ദേ ട്രൈ ടു എൻകറേജ് ഹർ. അവളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. ആസ് മച്ച് ആസ് പോസിബിൾ, എത്രത്തോളം എൻകറേജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവളെ എൻകറേജ് ചെയ്തു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട് ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ എ ബോർഡ്, ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റീറ്റീവ് ഡേയ്സ് വെർ ഓവർ. ഓക്കെ, അപ്പോൾ എൻ്റെ പാരൻസിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ മൈ ബോർഡ് ആൻഡ് സർഫ് അഗെയിൻ. ഞാൻ വീണ്ടും ആ ബോർഡിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ഒരു വഴി കണ്ടെത്തും. ടു ഫിഗർ ഔട്ട് എ വേ, ഞാൻ വീണ്ടും ഒരു വഴി കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട്സ്. ഓക്കെ, എൻ്റെ പാരൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ എഴുന്നേറ്റ് വീണ്ടും ആ ബോർഡിൽ എണീറ്റ് നിൽക്കും. ഏത് ബോർഡിൽ? സർഫിംഗ് ബോർഡിൽ എഴുന്നേറ്റ് നിൽക്കും എന്നുള്ള കാര്യത്തിൽ എൻ്റെ പാരൻസിന് ദേ ഹാഡ് നോ ഡൗട്ട്സ്. ബട്ട് ദേ ന്യൂ ദാറ്റ് ഹർ കോമ്പറ്റീറ്റീവ് ഡേയ്സ് ആർ ഓവർ. ഓക്കെ, അവളുടെ കോമ്പറ്റീറ്റീവ് ഡേയ്സ് അതായത് ഇങ്ങനെ മത്സരത്തിന് പോകുന്നുണ്ടായിരുന്നില്ല, കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി കോമ്പറ്റീഷനൊന്നും അവൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യവും ഹെർ പാരൻസ് ന്യൂ. ഓക്കെ, അവളുടെ പാരൻസിന് അറിയാമായിരുന്നു. ബെത്തനി, ഐ എം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു. മൈ ഡാഡ് ടോൾഡ് മീ. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ എന്താണ്, ബെത്തനി നിനക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം എന്താണ്, പുട്ട് യുവർ മൈൻഡ് ടു. നിൻ്റെ മനസ്സ് നീ അതിലേക്ക് അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ അത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ, യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട്. ഓക്കെ, വോണ്ട് ടു ഡു. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആരോടാ പറയുന്നത്? ബെത്തനി ഹാമിൽട്ടനോടാ പറയുന്നത്. who has no hands, നോ ലെഫ്റ്റ് ആം. ഓക്കെ, ഒരു ലെഫ്റ്റ് ആം ഇല്ലാത്ത ബെത്തനി ഹാമിൽട്ടൺ. ഇത് എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നത്? ബിക്കോസ് ഷീ ഈസ് എ സർഫർ. അവളൊരു സർഫറാണ്. സോ ഷീ ഹാഡ് ടു ബി ഒരു ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഷീ ഹാഡ് ടു ബി ഫിസിക്കലി ഫിറ്റ് ഫോർ സർഫിങ്. സർഫിങ്ങിന് അങ്ങനെ ഫിസിക്കലി ഫിറ്റ് ആവണം. അങ്ങനെ ഒരാളുടെ അടുത്താണ് എന്ത് പറയുന്നത്, നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പാരൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാമിലിയുടെ റോളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ബെത്തനിയുടെ ഇപ്പോൾ ബെത്തനിയുടെ അടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ ചോദിക്കാം ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്നെ
എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ആരായിരുന്നു സ്ട്രെങ്ത് തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫാമിലിയുടെ റോൾ എന്ന് പറയുന്നത് ഒരു സ്മോൾ റോൾ അല്ല, ഒരു ചെറിയൊരു റോൾ അല്ല ഉള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വെച്ചിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനിയോ, മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. എൻ്റെ പാരൻസിനും ഒരു മോശം സമയം തന്നെയായിരുന്നു. നീദർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. ഓൾമോസ്റ്റ് 3 months ഈ രണ്ട് പേർക്കും, അച്ഛനും അമ്മയ്ക്കും വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വിച്ച് പുട്ട് എ ബിഗ് ഫൈനാൻഷ്യൽ ബേർഡൻ ഓൺ അവർ ഫാമിലി. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത ഇത് ഉണ്ടാക്കി. എന്താ, പാരൻസിന് ജോലിക്ക് പോകാൻ പറ്റില്ല ആദ്യത്തെ 3 മാസം. മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ കെയിം ജസ്റ്റ് ആസ് വി വെർ ലീവിങ് ദ ഹോസ്പിറ്റൽ. അപ്പം എൻ്റെ ലൈഫ് ഇനി പഴയ പോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ആദ്യത്തെ സൂചന കിട്ടുന്നത് എപ്പോഴാണ്, ജസ്റ്റ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ലീവ് ചെയ്യുന്ന സമയത്താണ്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസിലൂടെ പോകുന്നതിന് പകരമായിട്ട് വി ഹാഡ് ടു ഗോ ത്രൂ എ മീസ് ഓഫ് ഹാൾവേസ് ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. ഞങ്ങൾക്ക് ഇതിലൂടെ പോകേണ്ടി വന്നു, ഒരു മീസ് ഓഫ് ഹാൾവേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഓരോ ഹാള്. ഓക്കെ, ഓരോ വഴികൾ, ഓരോ ഹാള് കഴിഞ്ഞു അടുത്ത ഒരു പുതിയ വഴി. ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോറിലൂടെ ഞങ്ങൾക്ക് സ്നീക്ക് ഔട്ട് ചെയ്യേണ്ടി വരും. സ്നീക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഒളിച്ചു പോവുക. ഓക്കെ, ഒളിച്ചു പോവുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പോവേണ്ടി വന്നത് എന്നുള്ളത് നോക്കാം. മീസ് എന്ന് വെച്ചാൽ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ഹാൾവേസിലൊക്കെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വന്നു അവർക്ക്. ഓക്കെ, ഒളിച്ച് പോകേണ്ടി വന്നു. ദർ വെർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് വിത്ത് us and when we got to our car there were 2 Kawai policemen who followed us to our house in Anahola where I could continue to recover in privacy. Okay, അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ 2 ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. യെസ്, ഓക്കെ. ആൻഡ് വെൻ വി ഗോട്ട് ടു ആർ കാർ, ഞങ്ങളുടെ കാറിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരുണ്ട്, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ദർ വെർ 2 കവായ് പോലീസ്മെൻ. ഞങ്ങളുടെ കൂടെ തന്നെ അനഹോള എന്ന് പറയുന്ന സ്ഥലത്താണ് വീടുള്ളത്. ആ സ്ഥലത്തേക്ക് ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ 2 കവായ് പോലീസ്മാനും വന്നിട്ടുണ്ടായിരുന്നു. വേർ ഐ കുഡ് കണ്ടിന്യൂ ടു റിക്കവർ ഇൻ പ്രൈവസി. പ്രൈവറ്റായിട്ട് ഇവൾക്ക് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, അനഹോള എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടാണ് അവൾ ഇനി റിക്കവർ ചെയ്യുമ്പോൾ അവളുടെ ലൈഫ് ഉള്ളത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരെ ആര് വന്നു, കവായി പോലീസ്മെൻ 2 പേര് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നത്? മൈ പാരൻസ് എക്സ്പ്ലെയിൻ ടു മീ, എൻ്റെ പാരൻസ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ദാറ്റ് ദർ വാസ് എ മോബ് ഓഫ് TV പീപ്പിൾ ഈഗർലി വെയിറ്റിംഗ് ടു ഷോ മൈക്രോഫോൺസ് ഇൻ മൈ ഫേസ്. കാരണം എൻ്റെ പാരൻസ് എനിക്ക് പറഞ്ഞു തന്നു, ഒരു മോബ് ഓഫ് TV പീപ്പിൾ എന്ന് വെച്ചാൽ റിപ്പോർട്ടേഴ്സ് കുറേ പേര്, ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്. എന്തിനാണ്? ദേ വർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹർ. അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു ഷോ മൈക്രോഫോൺസ് ഇൻ മൈ ഫേസ്. എൻ്റെ ഫേസിലോട്ട് ആ മൈക്രോഫോൺസും കൊണ്ട് കാണിച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ റിപ്പോർട്ടേഴ്സ് ദേ വെർ വെയിറ്റിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ഇൻ ദ സ്പോട്ട് ലൈറ്റ്. എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. ബട്ട് ഐ എഗ്രി ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. പക്ഷേ മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ യെസ് പറഞ്ഞു. ഓക്കെ, എഗ്രി ചെയ്തു. ഓക്കെ മക്കളെ, ക്ലിയർ ആണോ? Strangers still approach me on the beach, in airports, in shops and restaurants. Strangers ഇപ്പോഴും എന്നെ അപ്രോച്ച് ചെയ്യും. എവിടെയൊക്കെ? ബീച്ചിൽ പോകുമ്പോഴും, എയർപോർട്ട്സിൽ പോകുമ്പോഴും, ഷോപ്പിൽ പോകുമ്പോഴും, റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അറിയാത്ത ആളുകൾ വരെ എൻ്റെ അടുത്തേക്ക് വരും. They ask for autographs. അവർ ഓട്ടോഗ്രാഫ് ചോദിക്കും. They come up and tell me I am an inspiration. അവർ വന്നിട്ട് എന്ത് പറയും എന്നോട്? നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറയും. I am interrupted at dinner by people wanting to be in a photo with me. അപ്പം ഞാൻ ഡിന്നർ കഴിക്കുന്ന സമയത്ത്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെച്ചിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാളെങ്കിലും വന്ന് ചോദിക്കും. എന്താ? അല്ലെങ്കിൽ ആളുകൾ വരും എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ടോട്ടലി ബിസർ. എന്താണ് പറഞ്ഞത്? ഇതൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുവരെ ഒരു നോർമൽ ലൈഫ് ഉണ്ടായിരുന്ന ഒരാൾ, അവർക്ക് എന്താണ് ഇങ്ങനൊരു അപകടം പറ്റുന്നു. അതിനുശേഷം എന്താണ്, കുറേ ആളുകൾ വന്ന് അവളുടെ അടുത്ത് പറയാണ്, സ്ട്രേഞ്ചേഴ്സൊക്കെ വന്നിട്ട് പറയാണ് എന്താണ്, യു ആർ ആൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. ഒരു സെലിബ്രിറ്റി കൈൻഡ് ഓഫ് ലൈഫിലേക്ക് ആരെത്തി? നമ്മുടെ ബെത്തനി ഹാമിൽട്ടൺ എത്തി. ഓക്കെ മക്കളെ, ഇത്രത്തോളം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ചിരിച്ചേ. നിങ്ങളുടെ അവസ്ഥ എന്താണ്? മിസ് കുറച്ച് വെള്ളം കുടിക്കട്ടെ, വേഗം പറഞ്ഞേ. ക്ലിയർ എല്ലാം ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് കുറച്ച് ചിരിച്ചേ, ഒന്ന് മിസ്സിന് ക്ലിയർ ആവാൻ വേണ്ടി. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ള കാര്യം മിസ്സിന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. ക്ലിയർ ആണോ?
ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ, സന്തോഷം. യെസ്, അപ്പോൾ നമുക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? റെഡി? സ്റ്റക്ക് ആവുന്നുണ്ടോടാ? ഇടയ്ക്ക് എന്തോ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, മിസ് പറഞ്ഞുതരാം. ഓക്കെ, യെസ്, നോക്കാം. ബീങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ വുഡ് ഹാവ് ബ്രോട്ട് മീ only a silver of this recognition and probably only within the tight-knit surfing community. അപ്പോൾ ഒരു ടോപ്പ് പ്രൊഫഷണൽ സർഫർ ആയിരുന്നു ഞാനെങ്കിൽ, ഓക്കെ, അതായിരുന്നല്ലോ ആഗ്രഹം. അങ്ങനെ ആയിരുന്നെങ്കിൽ അതെനിക്ക് കൊണ്ടുവരുന്നത് റെക്കഗ്നിഷൻ, ഒരു ഫെയിം, ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ എന്താണ്, ഓൺലി എ സിൽവർ ഓഫ് ഇറ്റ്. സിൽവർ എന്ന് വെച്ചാൽ സ്മോൾ എമൗണ്ട് ഓഫ് ദാറ്റ് ഫെയിം. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് പ്രോബബ്ലി ഓൺലി വിത്തിൻ ദ ടൈറ്റ് നീറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി. പറഞ്ഞുതരാം. അതായത് സർഫർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇപ്പം നിങ്ങളുടെ അടുത്ത് മിസ് ചോദിക്കുകയാണ് ഒരു ഫേമസ് സർഫറിൻ്റെ പേര് പറയുമോ, നിങ്ങൾ പറയും ബബ്ബ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, മിക്കവർക്കും അറിയുന്നുണ്ടാവില്ല. മിസ്സിനോട് ചോദിച്ചു നോക്കും, മിസ്സും പറയും ബബ്ബ. ഓക്കെ, അതായത് നമുക്ക് പൊതുവെ അറിയുന്നില്ല. ഈ ചെറിയ ക്ലോസ് നീറ്റ് എന്ന് വെച്ചാൽ അത്രത്തോളം ക്ലോസ് ആയിട്ട് എന്താണ് ചിരിച്ച് അത്രയും ചിരിക്കേണ്ടൊക്കെ ഇപ്പോൾ ഒഫീഷ്യൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചാൽ മതി കേട്ടോ, വല്ലാണ്ട് ചിരിക്കണ്ട. ഓക്കെ, യെസ്, വയറുവേദന എടുക്കുന്ന രീതിയിലൊന്നും ചിരിക്കണ്ട കേട്ടോ. ഓക്കെ, ബെഥനിക്ക് സ്കൂളിൽ പോകണ്ടേ? ആ, സ്കൂളിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതിലെന്താ ഡൗട്ട്? ഓക്കെ, യെസ്, അപ്പോൾ സ്പെഷ്യൽ സ്കൂളിലായിരിക്കാൻ പോയിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ ലെഫ്റ്റ് ഹാൻഡാണ് പോയിട്ടുള്ളത്, വേറെ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, യെസ്, അപ്പോൾ എന്താ പറഞ്ഞ ഒരു സർഫിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അതിനോട് അല്ലെങ്കിൽ അത്രത്തോളം പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും. എന്ത്? ബെത്തനി ഹാമിൽട്ടൺ എന്ന് പറഞ്ഞൊരു സർഫർ ഉണ്ട്. ഓക്കെ, എല്ലാവരും ബബ്ബ പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ അല്ലാണ്ട് എല്ലാവർക്കും അറിയുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സർഫർ ആയിരുന്നെങ്കിൽ അവരെ ചിലപ്പോൾ അറിയുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കിട്ടുന്നൊരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, ഫെയിം ഉണ്ടല്ലോ, ആ ഒരു റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മോൾ എമൗണ്ട് മാത്രമേ അവരൊരു ടോപ്പ് പ്രൊഫഷണൽ ആയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു പോപ്പുലാരിറ്റി അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്ന, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സർഫറാണ് അവർ, ഒരു അതിജീവിതയാണ് എന്നുള്ള കാര്യത്തിലും കൊണ്ട് അവർക്ക് കിട്ടുന്നത്. അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ട് കിട്ടുന്നത്, അൺസ്റ്റോപ്പബിൾ ആണ് എന്നുള്ളൊരു പോപ്പുലാരിറ്റി ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ടോപ്പ് പ്രൊഫഷണൽ ആയിരുന്നു അവർ, സാധാരണ പോലെ ലൈഫൊക്കെ പോയി സർഫറായി ടോപ്പ് പ്രൊഫഷണൽ ആയി എന്ന് വെച്ച് കഴിഞ്ഞാലും അധികം ആൾക്കൊന്നും അറിയില്ല. അപ്പം കിട്ടുന്ന പോപ്പുലാരിറ്റി കുറവായിരിക്കും. ഇപ്പം കിട്ടുന്ന പോപ്പുലാരിറ്റിയുടെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ അപ്പം കിട്ടുമായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. You are something more now than a surfer. Friends tell me. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും, എന്താണ്, നീ ഒരു സർഫർ എന്നതിനുപരി മറ്റെന്തൊക്കെയോ ആയിട്ടുണ്ട് ഇപ്പോൾ. You are the bearer of hope for those who have been handed a bad deal in the കാർഡ് ഗെയിം ഓഫ് ലൈഫ്. അപ്പോൾ ലൈഫിൻ്റെ കാർഡ് ഗെയിംസിൽ, ലൈഫ് ഒരു കാർഡ് ഗെയിം ആണെങ്കിൽ അതിലൊരു ബാഡ് ഡീൽ, ഒരു മോശം സമയം ഉള്ള അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ബെയറർ ഓഫ് ഹോപ്പാണ് നീ. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരാളായിട്ട് നീ മാറിയിട്ടുണ്ട്. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ. ചിലപ്പോൾ സർഫിങ് വീണ്ടും പഠിച്ച പോലെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡിൽ. ഓക്കെ, എനിക്ക് എങ്ങനെയാണ് ഒരു കൈ വെച്ചിട്ട് എങ്ങനെ പാഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കേണ്ടി വന്നു. പാഡിൽ എന്ന് വെച്ചാൽ തുഴയുക. ഓക്കെ, വീണ്ടും സർഫിങ് പഠിക്കുന്ന ഒരാളെ പോലെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പാഡിൽ ഈവൻലി വിത്ത് വൺ ആം ആൻഡ് വെൻ ഐ ഫെൽറ്റ് the wave picked me up, I had to put my hand flat on the center of the deck to get my feet rather than grabbing the surfboard rail the way you would if you had two hands. Okay, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൈ വെച്ചിട്ട് ഈവൻലി രണ്ടിനും സമമായിട്ട് എന്ത് ചെയ്യണം, പാഡിൽ ചെയ്യേണ്ടി വന്നു. ആൻഡ് വെൻ ഐ ഫെൽ ദ വേവ് പിക്ക് മീ അപ്പ്, അപ്പോൾ വേവ് വന്നു, ഒന്നവൾ ആ സർഫിംഗ് ബോർഡ് പൊക്കി, അതായത് വേവ്സിൻ്റെ മേലെയാണ് എൻ്റെ സർഫിംഗ് ബോർഡ് കറക്റ്റായിട്ടത് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഐ ഹാഡ് ടു put my hand flat on the center of the deck. ഈ ഡെക്കിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ബോർഡിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ സെൻറ്ററിലായിട്ട് എൻ്റെ ആ ഒരു കൈ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണമായിരുന്നു. എന്നിട്ടോ ടു മൈ ഫീറ്റ് റാദർ ദാൻ ഗ്രാബിങ് ദ സർഫ് ബോർഡ് റെയിൽ ദ വേ യു വുഡ് ഇഫ് യു ഹാഡ് ടു ഹാൻഡ്സ്. രണ്ട് കൈ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു, കാലിൽ വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു റെയിലിൽ. പക്ഷേ ഇതെന്താണ്, ഒരു കൈയേ ഉള്ളൂ, അതുകൊണ്ട് സെൻറ്ററിൽ കൈ വെച്ചിട്ട് ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് വേണം അവൾക്ക് സർഫ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈ ഫസ്റ്റ് കപ്പിൾ
ഓഫ് ട്രൈസ് ഡിഡിൻറ്റ് വർക്ക്. അപ്പം എൻ്റെ ഫസ്റ്റത്തെ ട്രൈ ഒന്നും നടന്നില്ല, സക്സസ്ഫുൾ ആയിരുന്നില്ല. ഐ കുഡ്ന്റ് ഗെറ്റ് അപ്പ്. എനിക്ക് അങ്ങനെ ഒരു കൈവച്ച് എഴുന്നേൽക്കാനായിട്ട് പറ്റിയില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. അപ്പോൾ എന്താണ്, ഞാൻ കുറച്ചും കൂടി ഈസി ആവും എന്ന് വിചാരിച്ചിട്ട് പോയത്, പക്ഷെ അങ്ങനെയല്ല എന്ന് മനസ്സിലായപ്പോൾ ഐ വാസ് ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ഞാൻ കുറച്ച് ഡിസ്കറേജ്ഡ് ആയി, താഴെ വന്നു. ഓക്കെ, എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വന്നു, കുറച്ച് ഡിസ്കറേജ്ഡ് ആയിരുന്നു ഞാൻ. ഓക്കെ, എന്നിട്ടോ മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ് ബെത്തനി ട്രൈ ഇറ്റ് വൺ മോർ ടൈം. ഓക്കെ, പക്ഷേ എൻ്റെ അച്ഛൻ, എൻ്റെ കൂടെ വെള്ളത്തിലുണ്ടായിരുന്നു എൻ്റെ അച്ഛനും സർഫിംഗ് ബോർഡിലുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു, ബെത്തനി ഒന്നും കൂടെ ട്രൈ ചെയ്യുക, ദിസ് വൺ വിൽ ബീറ്റ്. ഇപ്പോൾ ശരിയാവും, ഇതിലെന്തായാലും ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഐ ഡിഡ്, ഞാൻ അതുകൊണ്ട് ചെയ്തു. ദെൻ ഇറ്റ് ഹാപ്പൻഡ്, അങ്ങനെ അത് സംഭവിച്ചു. എ വേവ് റോൾ ത്രൂ, ഒരു തിരമാല ഇങ്ങനെ ഉരുണ്ട് വന്നു. ഐ കോട്ട് ഇറ്റ്, അതിൽ ഞാൻ പിടിച്ചു, അതായത് ആ തിരമാലയിൽ ഞാൻ കയറി. പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. ഞാനൊന്ന് എന്ത് ചെയ്തു, എൻ്റെ കൈ ഒന്ന് ഡെക്കിൽ വെച്ചു, എന്നിട്ട് പുഷ് അപ്പ്, ഞാൻ മേലേക്ക് ഉയർന്നു. ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്, ഞാനിപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ, എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചു. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് വയേർഡ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി ഞാനിപ്പോൾ ആ ടെക്നിക്ക് എന്താണ്, ഗെറ്റിംഗ് ദ ടെക്നിക് വയേർഡ് എന്ന് വെച്ചാൽ എന്താ, മാസ്റ്റർ ദ സ്കിൽ. ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് മാസ്റ്റർ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് സർഫ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് ഞാൻ മാസ്റ്റർ ചെയ്തു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, എനിക്ക് മനസ്സിലായി, ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. ഓക്കെ, ഇപ്പം ടെക്നിക്ക് പിടികിട്ടി എന്നുള്ള അവസ്ഥയായി. Of course, once I was on my feet, everything was easy. അപ്പോൾ of course ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നു, എൻ്റെ ഫീറ്റൊക്കെ കറക്റ്റാണ്, സ്റ്റേബിൾ ആണെങ്കിൽ പിന്നെ എല്ലാം ഈസി ആയിരുന്നു. It's hard for me to describe the joy I felt after I stood up and rode a wave in for the first time after the attack. പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. It's hard for me to describe. എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ആ ഒരു സന്തോഷം, ആ ഒരു അറ്റാക്കിന് ശേഷം ഫസ്റ്റ് ടൈം ഞാൻ ഒരു വേവിൽ ഇതുപോലെ റൈഡ് ചെയ്തു അല്ലെങ്കിൽ സർഫ് ചെയ്തു എന്ന് പറയുമ്പോൾ, ആദ്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് സർഫ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ജോയ്, എനിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം എന്ന് പറയുന്ന ഐ കാൺട്ട് ഡിസ്ക്രൈബ് ഇറ്റ്. ഐ വാസ് ഇൻക്രെഡിബ്ലി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. ഞാൻ എൻ്റെ ഉള്ളിൽ എന്താണ്, ഇൻക്രെഡിബ്ലി താങ്ക്ഫുൾ ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് സംടൈംസ് ടെൽ മീ യു വിൽ നെവർ സർഫ് അഗെയിൻ വാസ് ഗോൺ ഇൻ വൺ വേവ്. ഒരു തിരമാലയിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡൗട്ടില്ലേ, ഒരു ചെറിയ ഡൗട്ടെങ്കിലും, ഒരു ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും, ആ ഡൗട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും, യു വിൽ നെവർ സർഫ് അഗെയിൻ, നീ ഒരിക്കലും ഇനി സർഫ് ചെയ്യില്ല എന്ന് ആ ഡൗട്ട് എൻ്റെ ഉള്ളിൽ വന്ന് പറയാറുണ്ട്. ആ കുഞ്ഞു ഡൗട്ട്സ് അത് തന്നെ ഒരു തിരമാലയിൽ അങ്ങോട്ട് പോയി. ഓക്കെ, ആ ഡൗട്ട്സ് ഒക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ്, ഞാൻ മുഴുവനായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഐ ഫെൽറ്റ് ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ്. എനിക്ക് മനസ്സിലായി, എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ടിയേഴ്സ് എൻ്റെ കവിളിലൂടെ എന്ത് ചെയ്യുന്നു, ട്രിക്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, ഗ്ലീമിങ്. ഓക്കെ, എന്താണ്, തിളങ്ങിക്കൊണ്ട് താഴത്തോട്ട് ഒഴുകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അതായത് ആ സന്തോഷം അവൾ പ്രകടിപ്പിക്കുന്നതാണ്. എന്താണ്, ഒരു കരച്ചിൽ, ഇതിലൂടെ ടിയേഴ്സിലൂടെ അവൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ 2010 ബെത്തനി ഹാമിൽട്ടൻ്റെ സ്റ്റോറി എന്താണ്, ഒരു ഹോളിവുഡ് ഫിലിം ആക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് സോൾ സർഫർ എന്ന് പറയുന്നത് കേട്ടോ. സോൾ സർഫർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവിയാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇത്രയാണ് നമ്മുടെ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നുള്ള ചാപ്റ്റർ. വേഗം തന്നെ നിങ്ങളൊന്ന് പറയാം കേട്ടോ ചാറ്റ് ബോക്സിൽ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ഹാർട്ട്സ് ഇടാ. ഇനി നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് പോവാണ്. നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റിയാണ് ഇത് വേണ്ടതെന്നുള്ളത്. അതിന് മുമ്പായിട്ട് മിസ്സ് പറഞ്ഞുതരാം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സിന് ഫീൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് പറഞ്ഞുതരാം. വേഗം തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. യെസ്, ക്ലിയർ ആണോ? ടെക്സ്റ്റ് ആക്ടിവിറ്റി, ടെക്സ്റ്റുവൽ ആക്ടിവിറ്റി. ഡെക്ക് മീൻസ്, ഡെക്ക് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം. ഇപ്പോൾ കപ്പലിൻ്റെ ആണെങ്കിലും കപ്പലിൻ്റെ മുകൾ ഭാഗത്തിന് ഡെക്ക് എന്ന് പറയും. ഇവിടെ ബോർഡാണ്, ബോർഡിൻ്റെ മുകൾ ഭാഗത്തിനാണ് ഡെക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മി കുട്ടി ക്ലിയർ ആയോടാ? യെസ്, ഡയറി ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്കോപ്പ് ഉള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ബെത്തനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാം, അല്ലാണ്ടും ചോദിക്കാം. ഇപ്പം ബെത്തനീൻ്റെ സ്റ്റോറി നിങ്ങൾ അറിഞ്ഞു, നിങ്ങളൊരു ഫ്രണ്ടിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും, നിങ്ങളൊരു ഫ്രണ്ടിനോട് ഒരു ലെറ്റർ എഴുതുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസം ഡയറി എങ്ങനെ എഴുതുന്നു. ഓക്കെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. പിന്നെ ഡയറി, ഇപ്പോൾ നമ്മുടെ ബെത്തനിയുടെ ഡയറി ആയിരിക്കാം, ബെത്തനിയുടെ തോട്ട്സ്, ഇൻ്റർവ്യൂ. ഓക്കെ, ഇൻ്റർവ്യൂ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ സ്പീച്ച് പോലുള്ളത്. ഓക്കെ, ഒരു ഫംഗ്ഷൻ, അവിടെ നമ്മുടെ ബെത്തനി ഹാമിൽട്ടനെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുവാണ്. ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ള ബെത്തനി ഹാമിൽട്ടൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുള്ളൊരു സ്പീച്ച് ചിലപ്പോൾ ചോദിക്കാം.
ഓക്കെ, അല്ലെങ്കിൽ അവരെ പ്രസൻറ്റ് ചെയ്യുന്നു നിങ്ങളാണ്. അനൗൺസ്മെൻറ്റ് ചോദിക്കാം, ബെത്തനി ഹാമിൽട്ടൺ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് സ്പീച്ച് ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളത് എന്തായാലും വേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒന്ന് നോക്കാം. ദ ഹെഡ് ലൈൻ, ബൈ ലൈൻ വേണം, ഡേറ്റ് ലൈൻ വേണം. ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ പ്ലേസ് ആണ്. ബൈ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്, ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതൂലേ. ഹെഡ് ലൈൻ എപ്പോഴും ക്യാച്ച് ആക്കുക, ചെറുതാക്കിയിട്ട് എഴുതുക. പിന്നെ എന്ത്, ആര്, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയാം. അതിനാണ് ലീഡ് എന്ന് പറയാം കേട്ടോ. പിന്നെ ബോഡി, എങ്ങനെ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഓക്കെ, എന്തുകൊണ്ട്, അതർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ എഴുതുക. അപ്പോൾ നിങ്ങൾ ഐഡിയലി ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇതുപോലെ 3 പാരഗ്രാഫിൽ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ബെത്തനി അതിൻ്റെ അവളുടെ ഫാദറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. ബെത്തനി പറയുകയാണ് ബെത്തനിയുടെ ഡ്രീം എന്താണ്, ഒരു സെൽഫ് ഫോട്ടോഗ്രാഫർ ആവണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, വീണ്ടും സർഫിങ്ങിലേക്ക് പോകാനാണ് അവൾ ആഗ്രഹിച്ചത്. അപ്പോൾ അവിടെ എഴുതാം. അവരുടെ ഫാദർ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം, പോസിബിലിറ്റീസ്, സപ്പോർട്ട് ഓഫ് പാരൻസ്, ബ്രദേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, അതൊക്കെ ലാസ്റ്റിലേക്ക് എഴുതാം കേട്ടോ. നമുക്ക് നോക്കാം അവിടെ. യങ് സർഫർ സർവൈവ്സ് ഷോക്ക് അറ്റാക്ക് ഇൻസ്പയർസ് മെനി. കണ്ടോ, അതൊരു എന്താണ്, യെസ്, ഹെഡ്ലൈൻ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബോക്സ് വേണം കേട്ടോ മക്കളെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. യെസ്, ഇനിയോ സ്ഥലമൊക്കെ എഴുതിയില്ലേ, ഹവായി, October 31, 2003. And in a harrowing incident, a 13-year-old surfer Bethany Hamilton survived a shock attack while surfing off the coast of Kauai, Hawaii. The attack, which occurred on October 31st, left her with the loss of her left arm. Despite the life-alerting event, Bethany's courage and resilience have inspired people worldwide. ഇവിടെ തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്, എന്താണ് സംഭവിച്ചത്, ആർക്കാണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി എന്താണ് കൂടുതലായിട്ട്, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ആർക്കാണ് സംഭവിച്ചത്, എവിടെ വെച്ച് സംഭവിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ടോ അടുത്തത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുന്നത്. Bethany was surfing with friends in the early morning when a 14-foot tiger shark attacked her. She was rushed to the hospital where doctors worked tirelessly to stabilize her condition. Bethany's family and friends were amazed by her calm demeanor and bravery throughout the ordeal. അപ്പോൾ ഈ സമയത്ത് എന്താണ് ബെത്തനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി അവിടെ വന്നു കാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം നോക്കിയേ, ജസ്റ്റ് വീക്സ് ആഫ്റ്റർ ദ അറ്റാക്ക് ബെത്തനി ഷോക്ക്ഡ് എവ്രിവൺ വിത്ത് ഹർ ഡിറ്റർമിനേഷൻ ടു റിട്ടേൺ ടു സർഫിംഗ്. കണ്ടോ, അതാണ് അവളുടെ ഡ്രീം എന്ന് പറഞ്ഞത്. സർഫിങ്ങിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഓക്കെ, വിത്ത് ഹർ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് ഷീ adopted to the new challenge and began riding waves again, proving that no obstacle is insurmountable. ഒരു ഒബ്സ്റ്റാക്കിൾസും നമുക്ക് മറികടക്കാനാവാത്തതല്ല എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്തു, വീണ്ടും റൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ബെത്തനി സ്റ്റോറി ഹാസ് ബിക്കം എ ബീക്കൺ ഓഫ് ഹോപ്പ് ഫോർ മെനി, ഷോയിങ് ഹൗ കറേജ് ആൻഡ് പെർസെവറൻസ് ക്യാൻ ഓവർകം ഈവൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, അവസാനം എന്താണ്, എല്ലാവർക്കും ഒരു മോട്ടിവേഷണൽ സോഴ്സ് ആണ് ബെത്തനി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഗെസ് ക്ലിയർ ആണോ? ആപ്പിൾ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല. ആരാ പറഞ്ഞത്? ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, യെസ്, റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കിയാൽ മതി. യെസ്, ഇനി അടുത്ത ഡയറി ആണ്. ഡയറിയും ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കേട്ടോ. ബെത്തനിയുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഫാദറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാവാം. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഡേറ്റ് കാര്യങ്ങൾ ഇവിടെ എഴുതുന്നു. നൗ വാട്ട് വിൽ ഐ ബി ഏബിൾ ടു റിയലൈസ് മൈ ഡ്രീം, എനിക്ക് എൻ്റെ ഡ്രീം നേടാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ വോണ്ട് സറണ്ടർ, ഞാൻ തോറ്റു പിന്മാറില്ല, ഐ വിൽ ഫൈറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു. അപ്പോൾ ഇതേ കാര്യം ഈ ഡയറി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറി എഴുതാൻ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ ഡയറിയുടെ സെയിം കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് തോട്ട്സിനും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ തോട്ട്സിനും ഡയറിക്കും സെയിം കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് കോണ്ടന്റ് തന്നെ എഴുതാൻ പറ്റും. ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മാത്രം മതിയായിരിക്കും കേട്ടോ. കുറച്ച് കാര്യങ്ങൾ, അതായത് അതെങ്ങനെ എഴുതുന്നു. ഇപ്പോൾ തോട്ട്സ് ആണെങ്കിൽ കുറച്ചും കൂടെ എന്താണ് എക്സ്പ്രസീവായിട്ട് അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് എഴുതുന്നത്. കുറച്ചുകൂടെ ബ്രോക്കൺ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഡയറി ആണെങ്കിൽ എന്താണ് ഇതുപോലെ തന്നെ, ആകെ ഫോമാറ്റ് മാത്രമേ മാറുന്നുള്ളൂ, തോട്ട്സിൻ്റെ നിന്ന് ഫോമാറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഡയറി ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് മിസ്, ഇതും ബോക്സിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഐ നെവർ ഇമാജിൻ ദാറ്റ് സംതിങ് ലൈക്ക് ദിസ് കുഡ് ഹാപ്പൻ ടു മീ. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദ തോട്ട് ഓഫ് നെവർ സർഫിങ് അഗെയിൻ ഈസ് ഹോണ്ടിങ് ആൻഡ് ബട്ട് ഐ റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ എൻഡ്. അപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് എന്താണ് സർഫിങ് അവസാനിക്കുന്നു എന്നുള്ള കാര്യം എന്നെ ഹോണ്ട് ചെയ്യാണ്. ഓക്കെ, എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ചിന്ത. ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. മൈ ജേർണി ഹാസ് ജസ്റ്റ് ടേക്കൻ എ ഡിഫറെൻറ്റ് പാത്ത് ആൻഡ് ഐ നീഡ് ടു അഡ്ജസ്റ്റ് മൈ വിഷൻ. ഓക്കെ, എൻ്റെ പാത്ത് കുറച്ച് മാറിയെന്നുള്ളൂ, എൻ്റെ വിഷൻ എനിക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതനുസരിച്ച് ദ റോഡ് ടു റിക്കവറി ഈസ് ടഫ് ബട്ട് ഐ നോ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. അപ്പോൾ എൻ്റെ ഒരു റിക്കവറി എന്ന് പറയുന്നത് അത്രയും ടഫായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ എന്താണ്, ഒരിക്കലും അത് ഇമ്പോസിബിൾ അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഐ നീഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്. ഓക്കെ, എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആവണം, ഫോക്കസ്ഡ് ആവണം, ഗെറ്റിംഗ് ബാക്ക് ടു ദ ഓഷ്യൻ, അതാണ് എൻ്റെ ഫോക്കസ്. ദ ഡോക്ടേഴ്സ് സേ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് ഐ നോ ദാറ്റ് ഐ നീഡ് ടു ബി പേഷ്യൻറ്റ് വിത്ത് മൈ സെൽഫ്. ഡോക്ടർ പറഞ്ഞു കുറേ സമയം എടുക്കും, അപ്പം ഞാനും കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരിക്കണം, ക്ഷമ വേണം. ദ വേവ്സ് ആർ കോളിംഗ് മീ, വേവ്സ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ വോണ്ട് ലെറ്റ് ദിസ് സെറ്റ് ബാക്ക് ഡിഫൈൻ മീ. എനിക്കറിയാം എൻ്റെ ഈ ഒരു സെറ്റ് ബാക്ക്, എൻ്റെ ഈ ഒരു പിന്മാറ്റം എന്ന് പറയുന്നത് എന്നെ ഡിഫൈൻ ചെയ്യുന്നില്ല, എൻ്റെ തോൽവിയല്ല ഇത്. ഐ ഓൾവേസ് ലവ് ദ വാട്ടർ ആൻഡ് ഐ can't let fear take over. ഓക്കെ, ഞാൻ എപ്പോഴും വെള്ളത്തിനെ ഓഷനെ സ്നേഹിച്ചതാണ്. എനിക്ക് ഒരിക്കലും എൻ്റെ പേടിയെ എൻ്റെ കൺട്രോൾ എടുക്കാൻ സമ്മതിക്കില്ല. എവറി ചാലഞ്ചസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. എല്ലാ ചാലഞ്ചസും, എല്ലാ വെല്ലുവിളികളും എന്താണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വളരാനുള്ളത്. ആൻഡ് ഐ എം റെഡി ടു ഫേസ് വാട്ട് എവർ കംസ് നെക്സ്റ്റ്. എല്ലാം എന്താണ് അടുത്തത് വരുന്നത് അതിനൊക്കെ ഞാൻ റെഡിയാണ്. ഐ നോ ഇറ്റ് വിൽ ബി ഹാർഡ്. എനിക്കറിയാം അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, ബട്ട് ഐ ഹാവ് ഓൾവേസ് ബീൻ ഡിറ്റർമൈൻഡ്. ഞാൻ എപ്പോഴും നിശ്ചയദാർഢ്യമുണ്ട് എനിക്ക്. ആൻഡ് ഐ വോണ്ട് ഗീവ് അപ്പ്. ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല. ദിസ് മൈറ്റ് ബി എ ന്യൂ ചാപ്റ്റർ. ഇതൊരു ന്യൂ ചാപ്റ്റർ ആയിരിക്കാം. ആൻഡ് ബട്ട് മൈ ഡ്രീം ഇസ് സ്റ്റിൽ അലൈവ്. എൻ്റെ സ്വപ്നം എപ്പോഴും ജീവനോടെയുണ്ട്. ആൻഡ് ഐ വോണ്ട് ലെറ്റ് എനിത്തിങ് സ്റ്റാൻഡ് ഇൻ മൈ വേ. ഒന്നും തന്നെ എൻ്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ ഫൈൻഡ് മൈ വേ ബാക്ക് ടു ദ സർഫ് ബോർഡ്. സർഫ് ബോർഡിലേക്ക് തിരികെ എൻ്റെ വഴി ഞാൻ കണ്ടെത്തും. ഐ വോണ്ട് സറണ്ടർ, ഐ വിൽ ഫൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സെൻറ്റൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോട്ട്സും എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? പിന്നെ നമ്മുടെ ബെത്തനി ഹാമിൽട്ടൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. ഒരു റെസിലിയൻസ് വെച്ചാൽ സ്ഥിരോത്സാഹം, ഡിറ്റർമിനേഷൻ ഉണ്ട്, നിശ്ചയദാർഢ്യം ഉണ്ട്. ഇതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെന്താണ്, ഒരു പ്രൊഫഷണൽ സർഫർ ആവാനായിരുന്നു ഇഷ്ടം. പിന്നെന്താണ്, ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് ടേൺ വരുന്നത്. അവളുടെ ഒരു ഷാർക്ക് അറ്റാക്ക് വരുന്നു. അങ്ങനെ ഏജ് ഓഫ് 13 അവൾക്ക് അവളുടെ കൈ നഷ്ടപ്പെടുന്നു. ബെത്തനിയുടെ ഒരു സ്ട്രോങ് വിൽ പവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്താണ്, ആ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നു. ഷി വാസ് ഡിറ്റർമൈൻഡ് ടു റിട്ടേൺ ടു സർഫിംഗ് ഈവൻ ദോ ഇറ്റ് സീംഡ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ അറ്റ് ഫസ്റ്റ്. ഹെർ കോൺഫിഡൻസ് ആണ് അവൾ. അതുപോലെ തന്നെ അതൊരിക്കലും മാറുന്നില്ല. ആൻഡ് ഹെർ കണ്ടിന്യൂസ്ലി ടോൾഡ് ഹെർ സെൽഫ് ഐ ക്യാൻ ഡു ദിസ്. എനിക്കിത് ചെയ്യാൻ പറ്റുന്ന അവൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നീട് എന്താണ്, കെപ്റ്റ് പ്രാക്ടീസിങ് അല്ലേ, കുറേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഒരു റിമാർക്കബിൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അവളുടെ സിറ്റുവേഷൻ അവളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ഡ്രീംസ് പെർസ്യൂ ചെയ്യും. ഡ്രീംസ് പഴയത് തന്നെയാണ്, അത് തന്നെയാണ്, പക്ഷെ അത് പെർസ്യൂ ചെയ്യാൻ വേണ്ടി പുതിയ വഴികൾ അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈഫ് കുറച്ച് മാറിപ്പോയെങ്കിലും എന്താണ്, പുതിയൊരു അപ്രോച്ച് എടുത്താൽ മതി ലൈഫിനോട് അല്ലേ. എൻ്റെ ലൈഫ് കുറച്ചിങ്ങനെ മാറിപ്പോയി, അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു വഴി, ഒരു നേർവഴി കൂടെ, നമ്മൾ ഇങ്ങനത്തെ ഒരു വഴി കൂടെയാണ് നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ലൈഫ് ഒന്ന് മാറിപ്പോയി. നമ്മൾ എങ്ങനെയൊക്കെ പോയാലും എന്താണ്, ഡ്രീമിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് നമ്മുടെ ബെത്തനി പറഞ്ഞു തരുന്നത്. ഷീ ഈവൻ കൺസിഡേർഡ് ബിക്കമിങ് ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, പ്രൂവിങ് ഹെർ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഒപ്റ്റിമിസം. അവളെ ആ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണത്. ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ എന്താ, ശുഭപ്രതീക്ഷ, റെസിലിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇത് അവളുടെ ജേർണി എന്ന് പറയുന്നത് ഒരു പവർ ഓഫ് കറേജ്, പെർസെവറൻസ്, അൺവേവറിങ് ഫെയ്ത്ത് ഇൻ വൺ സെൽഫ്, ഇതൊക്കെയാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവർക്ക് ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിറ്റാണ് അവൾ, അല്ലെങ്കിൽ ഹോപ്പ് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആവുന്ന മോട്ടിവേറ്റിംഗ് സോഴ്സ് ആണ് അവൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ എല്ലാത്തിൻ്റെ ആൻസർ വെച്ചിട്ടുണ്ട് കേട്ടോ മിസ്സ്, എല്ലാത്തിൻ്റെ ആൻസേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നോട്ട്സ് മിസ്സ് അയക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വരിക, നിങ്ങൾ ലിങ്കിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് നോട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, യെസ്, ആക്സെപ്റ്റ് പെയിൻ. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ, നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. How did your family and friends support you emotionally after the shock attack and how important was their role in your recovery? Okay, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഫാമിലിയുടെ റോൾ ചോദിക്കാം, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇൻസ്പയർഡ് ആകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ, ഇങ്ങനെ സംഭവിക്കുന്ന ബെസ്റ്റ് ചാലഞ്ച് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ആൻസർ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻസറൊക്കെ നോക്കുക, ഈ നോട്ട്സ് എടുക്കുക, അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുക കേട്ടോ. അതുപോലെ തന്നെ ഇനി എക്സാമിന് സമയമൊന്നുമില്ലല്ലോ
അല്ലേ? യെസ്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ ആൽഫ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബാച്ചിലർ സ്റ്റുഡൻസിനാണെങ്കിൽ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. 999 ഇത്രയേ ഉള്ളൂ ഫീ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ബാച്ചിലർ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഡിസംബർ 26 കൂടെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഈ ചാപ്റ്റർ ക്ലിയർ ആണോ? അതുപോലെ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഇത്രയും തന്നെയാണ് കേട്ടോ. മിസ് പറഞ്ഞത് ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, പിന്നെ ഡയറി ഉണ്ട്. തോട്ട്സ് ഡയറി ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഡയറിയുടെ ഫോമാറ്റ് പഠിച്ചു വയ്ക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആകെ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെയുള്ളത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിന് കേട്ടോ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്. ദെൻ ഒരു സ്പീച്ച് പഠിച്ചു വയ്ക്കണം, ബെത്തനി പറയുന്നതായിട്ട്, അല്ലെങ്കിൽ ബെത്തനീനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അത് ക്യാരക്ടർ സ്കെച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുക. കുറച്ച് ക്വാളിറ്റീസ് മിസ് ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്ത് തന്നില്ലേ, അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്പീച്ച് ആയിക്കോട്ടെ, സ്പീച്ച് പഠിക്കുമ്പോൾ ബെത്തനീനെ പറ്റിയിട്ട് പഠിച്ചു വയ്ക്കുന്ന കാര്യം സ്പീച്ചിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ബെത്തനി പറയുന്ന സ്പീച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതണം, അവൾക്കുണ്ടായിട്ടുള്ള ചാലഞ്ചസും അവൾ എങ്ങനെ അത് ഓവർകം ചെയ്തു എന്നുള്ള കാര്യമാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ തോട്ട്സും ഡയറിയും ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് കൂട്ടുക. ഫോമാറ്റ് മാത്രം നോക്കുക. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഇൻസിഡൻറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് കറക്റ്റായിട്ട് പഠിക്കുക. സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ്, നമ്മുടെ സ്പീച്ച്, അതായത് ബെത്തനി പറയുന്ന ഒരു സ്പീച്ച്. അപ്പോൾ അവളുടെ കുറേ ചാലഞ്ചസും അവളുടെ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി ബെത്തനീനെ പറ്റിയിട്ടൊരു സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ ബെത്തനീനെ പറ്റിയുള്ള സ്പീച്ചും രണ്ടും ഒന്നായിട്ട് തന്നെ പഠിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ചാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനോട് വേണ്ടത് കേട്ടോ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് അങ്ങനെയാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലും പറയുന്നത് എന്താണ്, ബെത്തനിക്ക് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്പയറിംഗ് ലൈഫ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് പറയാം, ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിക്കാം, ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിക്കാം, ഇത്രയും കാര്യങ്ങൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് റെഡ് ഹാർട്ട്സും ചോക്ലേറ്റ്സും ഇട്ടേക്ക്. വേഗം ആവട്ടെ, കുറച്ച് റെഡ് ഹാർട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് തന്നോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററൊക്കെ നമ്മൾ പഠിക്കും, അടിപൊളിയായിട്ട് പഠിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ നമുക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട മക്കളെ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, മിസ്സിനോട് ചോദിക്കാം. ഇതാണ് മിസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്, ഗ്രാമറിൽ എന്ത് ടോപ്പിക്കാണ് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് മിസ്സിനോട് പറയാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതിലേക്ക് മെസ്സേജ് ചെയ്തിടുക. എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയാം, ആ വീഡിയോ ആയിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് നോക്കിയിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്രാമർ വീഡിയോസിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞേ. ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഇതുപോലെ പോയാൽ മതിയില്ലേ നമുക്ക്? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒപ്പീനിയൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഗ്രാമർ ടോപ്പിക്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും കൂടെ കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാറ്റ് ബോക്സ് ആണ്. അപ്പോൾ മിസ് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകുമ്പോൾ മിസ്സിൻ്റെ കൂടെ തന്നെ ചാറ്റ് ബോക്സും ഇറങ്ങി ഓടി വരും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് മിസ് നോക്കും, നാളത്തേക്ക് മിസ് നോക്കുന്നുണ്ടായിരിക്കും കമൻറ്റ് ബോക്സ്. അപ്പോൾ പറയാനുള്ളവരൊക്കെ വന്ന് പറഞ്ഞു വെക്കുക എന്തൊക്കെ വേണം എന്നുള്ള കാര്യം. അപ്പോൾ മിസ് വന്നിട്ട് എന്ത് ചെയ്യും, വീഡിയോ ആക്കി ചെയ്തു തരാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഇംഗ്ലീഷിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക, എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിലേക്ക് മെസ്സേജ് ചെയ്തിടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോമൻറ്റ് ബോക്സിൽ പറയും കൂടെ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണ് ക്ലാസ് എങ്കിൽ ക്ലിയർ ആണ് എന്നുള്ള കാര്യം പറയാം. ഹസ്നക്കുട്ടി ക്ലിയർ ആവാത്തത് എന്താണ് എന്നുള്ള കാര്യം കൂടെ മിസ്സിനോട് ഇവിടെ വന്നിട്ട്, ഇത് മിസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്, അവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. മിസ് ക്ലിയർ ആക്കിയിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും. ഓക്കെ അല്ലേ? റിപ്പോർട്ട് സ്പീച്ച് വേണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. കോമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കും മക്കളെ. അപ്പോൾ മിസ് പോവാണ്. നിങ്ങൾ അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ പുതുതാണ്, മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും, അത് നോക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. റെഡി? ഓക്കെ, സെറ്റ് ആണ്. അപ്പോൾ മിസ് പോവാണ്. ഗുഡ് നൈറ്റ് എവ്രി വൺ. ലവ് യു ഓൾ ആൻഡ് സീ യു സൂൺ. ബൈ ബൈ.